ഗുഡ് ഈവനിങ് എവരിബഡി. വിജയിക്കാനായി നിങ്ങളെടുത്ത തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും നിങ്ങളെ പിന്തുടരുകയില്ല. നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഞാൻ എന്തായാലും വിജയിക്കും, ലക്ഷ്യം കാണും എന്നുള്ളൊരു തീരുമാനമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യം വേണ്ടത്. കഴിഞ്ഞ ICDS സൂപ്പർവൈസറുടെ റാങ്ക് ലിസ്റ്റ് കേരള PSC പ്രസിദ്ധീകരിച്ചു. നമ്മളുടെ കോച്ചിങ്ങിലുള്ള ഒത്തിരി കുട്ടികൾ അതിലിടം പിടിച്ചിട്ടുണ്ട്. ഏകദേശം 181 പേര് മാത്രം ഉൾക്കൊള്ളുന്ന ഒരു മെയിൻ ലിസ്റ്റും 194 പേര് ഉൾക്കൊള്ളുന്ന ഒരു സപ്ലിമെന്ററി ലിസ്റ്റും ഉൾപ്പെട്ടതാണ് ഷോർട്ട് ലിസ്റ്റ്. അതിൽ 44 മാർക്കാണ് കട്ട് ഓഫ് ആയിട്ട് വന്നത്. ഇത്രയും ചെറിയൊരു ലിസ്റ്റിൽ വളരെയധികം കുട്ടികൾ, നമ്മളുടെ കുട്ടികൾ ഇടം പിടിച്ചു എന്നറിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അപ്പോൾ അതിലുൾപ്പെട്ട എല്ലാവർക്കും എൻ്റെ സ്വന്തം പേരിലും നമ്മുടെ ഈ VAJ അക്കാഡമിക്സിൻ്റെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സന്തോഷം അറിയിക്കുവാണ്. അവരുടെ സന്തോഷത്തിൽ നമുക്ക് എന്തായാലും പങ്കുചേരണം. നാളെകളിൽ നിങ്ങൾക്കും ഇതുപോലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം. അപ്പം അതിനു വേണ്ടിയായിരിക്കണം നിങ്ങളുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇതിൽ നിന്നെല്ലാം പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, അതായത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ കഴിയും എന്നുള്ള വലിയൊരു പാഠമാണ് നമുക്ക് ഈ ഓരോ എക്സാമിൻ്റെ റിസൾട്ടിൽ നിന്നും നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പൽ കൗൺസിലറുടെ എക്സാം കഴിഞ്ഞു. അതിലും വളരെ ഏറെ എളുപ്പമുള്ള, അതായത് ICDS പ്രൊബേഷൻ ഓഫീസർ ഇതിനേക്കാൾ എല്ലാത്തിലുപരിയായിട്ട് ഏറ്റവും ഒരു എളുപ്പമുള്ളൊരു എക്സാം ആയിരുന്നു എന്നാണ് നമ്മുടെ കുട്ടികൾ വിലയിരുത്തിയത്, പ്രിൻസിപ്പൽ കൗൺസിലറുടെ എക്സാം. അപ്പോൾ അതും ചെറിയൊരു ലിസ്റ്റ് ആയിരിക്കും. അതിലും നമ്മുടെ കുട്ടികൾ എന്തായാലും തീർച്ചയായിട്ടും ഇടം പിടിക്കും. ഒരാളും രണ്ടാളും ഒന്നുമല്ല, ഭൂരിഭാഗം കുട്ടികളും നമ്മളുടെ കുട്ടികളാകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പം നമ്മുടെ ICDSലും വേറെ മറിച്ചൊന്നുമല്ല, 375 പേർ മാത്രം. കഴിഞ്ഞ വർഷം ഈ സ്ഥാനത്ത് കഴിഞ്ഞ ICDSൽ ഏകദേശം 1000-ലടുത്ത് ഉദ്യോഗാർത്ഥികളാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടതെങ്കിൽ ഇപ്രാവശ്യം വെറും 375 പേര് മാത്രമാണ്. ഇവിടെ നിങ്ങൾക്ക് ചിന്തിക്കേണ്ട കുറേ വസ്തുതകളുണ്ട്. അതായത് ഒഴിവുകൾ വളരെ കുറഞ്ഞു വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒഴിവുകളുടെ എണ്ണം കുറയുന്നു, അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഉയരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് അല്ല ഈ പ്രാവശ്യം, 41 കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ്. ഈ പ്രാവശ്യം 3 മാർക്ക് കൂടി 44 മാർക്കിലേക്ക് ഉയർന്നു. അപ്പോൾ നമ്മൾ ശരിക്കും തറവായിട്ട് പഠിച്ച് ഏറ്റവും ടോപ്പ് മാർക്കിൽ എത്തിയാൽ മാത്രമാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയത്തുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയണം. അപ്പോൾ നിങ്ങൾ പുതിയൊരു യാത്രയുടെ പാതയിലാണ്. വെൽഫെയർ ഓഫീസർക്ക് പഠിക്കുന്നവരും അതേപോലെ തന്നെ CDPO, ഇനി വരാനിരിക്കുന്ന CDPO എക്സാം എഴുതാനുള്ള ഒരു യാത്രയിലാണ് നിങ്ങൾ ഓരോരുത്തരും. ഇവിടെ ഈ സമയം ഞാൻ വെറുതെ കളയുകയല്ല, നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അത്രയും ടൈറ്റായിട്ടുള്ളൊരു കോമ്പറ്റീഷനാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതല്ലാതെ ഒരു ഈസി ടാസ്ക്, കഴിഞ്ഞ കാലങ്ങളിലുള്ള പോലെ ഒരു ഈസി ടാസ്ക് അല്ല നമ്മുടെ മുമ്പിലുള്ളത്. വളരെ ചെറിയ ലിസ്റ്റുകളായിരിക്കും കേരള PSC പ്രസിദ്ധീകരിക്കുന്നത്. ICDSന് 181 പേരാണെങ്കിൽ അത്ര പോലും ഉണ്ടാകത്തില്ല വെൽഫെയർ ഓഫീസർക്കും അതേപോലെ തന്നെ നമ്മുടെ CDPOക്കും മെയിൻ ലിസ്റ്റിൽ. ആ യാഥാർത്ഥ്യം നിങ്ങൾ അറിയണം. എല്ലാവർക്കും കുറേ ഒഴിവുകൾ വേണം, കുറേ വലിയൊരു ലിസ്റ്റ് വേണം എന്നാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്താണ് പ്രയോജനമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നമുക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ആ ലിസ്റ്റിൽ ഇടം പിടിക്കും. നമ്മൾ ഏറ്റവും ടോപ്പ് മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടും. ലിസ്റ്റ് വളരെ വലുതായതുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം? നമ്മൾ അതിൽ എവിടെയെങ്കിലും ഒരു മൂലക്ക് ഒരു കോർണറിൽ കിടന്നിട്ട് വല്ല കാര്യമുണ്ടോ?
ഒരു കാര്യവുമില്ല. അപ്പൊ ലിസ്റ്റ് വലുതാകുന്നതിലൊന്നും അല്ല കാര്യം, നമുക്ക് ആ ലിസ്റ്റിന്റെ ഏറ്റവും ടോപ്പിലെത്താനായിട്ട് കഴിയണം. ഒരു ലിസ്റ്റ് വന്നു, ആ ലിസ്റ്റിന് ശേഷം പിന്നീട് ചർച്ചകളായി, അത് പിന്നെ ഭയങ്കരമായിട്ടുള്ള കൂടിക്കാഴ്ചകളും തീരുമാനങ്ങളും ഒക്കെ ആയി വേറൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യലും തിരക്കും കാര്യങ്ങളും കേസ് കൊടുക്കുന്ന ഇതൊക്കെയാണ് പിന്നീട് ചർച്ചകൾ വരുന്നത്. എന്തുകൊണ്ടാണ്? ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ അത് കിട്ടാത്തതിന്റെ ഒരു ടെൻഷനാണ്. അങ്ങനെ ഒരു 2-3 ആഴ്ച അതിന്റെ പുറകെ നിങ്ങൾ ഓരോരുത്തരും പോകും. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ പരക്കം പായുന്നതിൽ ഭേദം നിങ്ങൾ നല്ലൊരു മാർക്ക് അച്ചീവ് ചെയ്തിട്ട് സമാധാനമായിട്ടിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. എന്നിട്ട് ഇതെല്ലാം ചെയ്തിട്ട് എന്തെങ്കിലും പ്രയോജനം നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു എളിയ അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ, ഇനിയും വൈകിയിട്ടില്ല. വെൽഫെയർ ഓഫീസറുടെ എക്സാം ആണെന്നുണ്ടെങ്കിൽ ഇനിയും കിടക്കുന്നു മാസങ്ങൾ. CDPO-യുടെ ആണെങ്കിൽ വിജ്ഞാപനം വന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഈ നടന്ന എക്സാമുകളിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, ഇപ്പൊ പ്രിൻസിപ്പൽ കൗൺസിലറുടെ എക്സാം ആയാലും അതേപോലെ ഷോർട്ട് ലിസ്റ്റ് വന്ന CDPO-യുടെ എക്സാം ആയാലും അതിൽ നിന്നെല്ലാം പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, എന്താ നിങ്ങൾ ഉൾക്കൊള്ളേണ്ട പാഠം? പഠിക്കണം, ഏറ്റവും ടോപ്പിലെത്തണം. വെറുതെ ഏതെങ്കിലും മൂലയിൽ കിടന്നിട്ട് കാര്യമില്ല. അപ്പൊ അതിനുവേണ്ടി കൃത്യമായിട്ടൊരു സ്ഥിര പഠനം ആവശ്യമാണ്. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ലക്ഷ്യത്തിലെത്താനായിട്ട് കഴിയത്തു. പലരുടെയും മനോഭാവം എനിക്കറിയാം, നോട്ടിഫിക്കേഷൻ വരട്ടെ, വന്നതിന് ശേഷം പഠിക്കാം, എക്സാമിന് 2 മാസം മുമ്പ് ഇരുന്ന് പഠിച്ചാൽ മതി, അപ്പൊ പഠിക്കുന്നത് ഇപ്പൊ പഠിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇങ്ങനെ കുറെ മിഥ്യാധാരണകൾ വെച്ച് പുലർത്തിക്കൊണ്ട് പോവുകയാണ്. നിങ്ങളുടെ തിരക്കുകൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ, ഇതൊക്കെ കൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളിങ്ങനെ നാളെ എന്ന് പറഞ്ഞ് നീക്കി വെക്കുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ മനഃപൂർവ്വം നിങ്ങളെ തന്നെ ചതിക്കുന്ന ഒരു രീതിയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഒരിക്കലും അങ്ങനെ കാര്യങ്ങൾ നാളെ നീളെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് കൃത്യമായിട്ട് നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച്, അല്ല നമ്മുടെ മുമ്പിൽ തെളിവുകളാണ് കുട്ടികളെ നിൽക്കുന്നത്. അതല്ലാതെ വെറുതെ വായ്ത്താളം പറയുകയല്ല. ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ലിസ്റ്റിലുണ്ട്, അങ്ങനെയല്ല. ജോലി കിട്ടിയവരും അതേപോലെ ഇപ്പൊ ഓരോ ഏത് ലിസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ കുട്ടികളില്ലാത്ത ഒരു ലിസ്റ്റേ ഇല്ല. അതിലും ഭൂരിഭാഗം ഈ അടുത്തിടെയായിട്ട് കാണുന്ന ഏറ്റവും വലിയൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ കുട്ടികളാണ് കൂടുതലായിട്ട് ആ റാങ്കിൽ പട്ടികയിൽ ഉൾപ്പെടുന്നത്. ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നമ്മുടെ ഈ അടുത്ത കാലത്ത് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോ ഇതിലും മറിച്ചാകാനായിട്ട് വഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല മാർക്കുകൾ സ്കോർ ചെയ്തവരുണ്ട്. 65 പറയുന്ന കുട്ടികൾ നമ്മളുടെ ഇതില് ഇപ്പോ കുറച്ചു മുമ്പ് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ അവര് ഫൈനൽ ആൻസർ കീ നോക്കിയതിനു ശേഷമുള്ള മാർക്കാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അത്രയും ലെവലിൽ എത്താനായിട്ട് കഴിഞ്ഞെങ്കിൽ അവരെ പോലെ തന്നെയല്ലേ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് സ്ഥിരോത്സാഹത്തോടു കൂടി, ഒരിക്കലും ഒരു ടയേർഡ് ആകാതെ, എന്തായാലും ഞാനത് നേടുമെന്ന് കരുതി തന്നെ നിങ്ങൾ ഓരോരുത്തരും പഠിക്കാൻ വേണ്ടി തയ്യാറാകണം. ഇതൊരു യാത്രയാണ്. ഈ യാത്രയിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ, അല്ലാതെ വെറുതെ നമ്മൾ ഈ ക്ലാസ്സിൽ കൂടി അല്ലെങ്കിൽ വെറുതെ ഒരു കോച്ചിങ്ങിൽ ചേർന്നു, അതുകൊണ്ടൊന്നും കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വെറുതെ നിങ്ങളുടെ പൈസ പോകും. പൈസയേക്കാൾ ഏറ്റവും പ്രധാനം നിങ്ങളുടെ സമയമാണ്. അത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. വെറുതെ ഈ സമയം നഷ്ടപ്പെടുത്തിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഞാൻ അതിൽ എത്തിപ്പെടും. അതിനു വേണ്ടി നല്ല രീതിയിൽ തന്നെ പഠിക്കണം. നിങ്ങൾ പറഞ്ഞു വളരെ പ്രയാസമായിരുന്നു എക്സാം ICDSന്റെ എന്നെല്ലാം പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, അതിലെന്താ പ്രയാസം? ശരിക്കും പഠിച്ചിരുന്ന ഈ 65 മാർക്ക് 66 മാർക്കൊക്കെ സ്കോർ ചെയ്യാനായിട്ട് ഒരു കുട്ടിക്ക് കഴിയുമെങ്കിൽ അതിലെവിടെയാണോ പ്രയാസം ഇരിക്കുന്നത്? എനിക്ക് ചോദിക്കാനുള്ളത് അതാണ്. അപ്പോൾ അതല്ല, നമ്മളുടെ പഠനത്തിൽ വരുന്ന വികലതകളാണ് അതിൽ നമ്മൾ പ്രയാസമായിട്ട് നമ്മൾ കൽപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുവാണ്, ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് പറയാനുള്ള ഒറ്റൊരു കാര്യമുള്ളൂ, എന്ത് ചെയ്യുക? സ്ഥിരമായിട്ട് പഠിക്കുക. ഒരു ദിവസം പോലും പഠിക്കാതെ നിങ്ങൾ കടന്നു പോകരുത്. പഠിച്ചത് വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുക. കാരണം അത്രയും ടൈറ്റാണ്. അതുകൊണ്ടാണ് ഇത്രയും നമ്മൾ വളരെ കാര്യക്ഷമമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്രയും ടൈറ്റ് കോമ്പറ്റീഷനാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സുകൾ എടുത്തങ്ങ് മുന്നോട്ട് പോകാൻ, പഠിക്കുന്നവർ പഠിക്കട്ടെ, അങ്ങനെയല്ല. നിങ്ങൾ ഈ പൈസ മുടക്കുമ്പോൾ നിങ്ങൾക്ക് അതിലൊരു ബെനിഫിറ്റ് കിട്ടണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ബെനിഫിറ്റ് കിട്ടാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ പൈസ ഞാൻ വാങ്ങിക്കുമ്പോൾ അതെനിക്ക് മാനസികമായ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്.
അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പൊ കിട്ടിയവരുടെ കാര്യങ്ങളിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മനസ്സിലായി, അവരിൽ നിന്ന് നിങ്ങൾ മോട്ടിവേഷൻ ഉൾക്കൊള്ളാം. കാരണം കിട്ടുന്നുണ്ട് എല്ലാവർക്കും, അപ്പൊ ഞങ്ങളും പഠിച്ചാൽ കിട്ടും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സ്ഥിരോത്സാഹത്തോടുകൂടി പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുവാണ്. അപ്പോൾ ഇന്ന് സോഷ്യൽ ലെജിസ്ലേഷൻ എന്താണ് എന്നുള്ള ഭാഗത്തേക്കാണ് കിടക്കുന്നത്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ ലെജിസ്ലേഷനിലേക്കും നമ്മൾക്ക് കടക്കാം. അപ്പോൾ നമുക്ക് എന്താണ് സോഷ്യൽ ലെജിസ്ലേഷൻ എന്ന് നോക്കാം. സോഷ്യൽ ലെജിസ്ലേഷൻസ്. Social legislations. Framing of formal rules to control or regulate social evils and problems are called social legislations. അപ്പൊ എന്താണ് സാമൂഹ്യപരമായിട്ടുള്ള നിയമനിർമ്മാണം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഫ്രെയിമിംഗ് ഓഫ് സർട്ടൻ ഫോർമൽ റൂൾസ്, ചില റൂളുകൾ, ചില ചട്ടങ്ങൾ ഫ്രെയിം ചെയ്യുവാണ്. എന്തിനു വേണ്ടിയാണ് ആ ചട്ടങ്ങൾ ഫ്രെയിം ചെയ്യുന്നത്? ടു കൺട്രോൾ ഓർ റെഗുലേറ്റ് ദ സോഷ്യൽ ഈവിൾസ്, സാമൂഹ്യപരമായിട്ടുള്ള ഈവിൾസുകളെ അല്ലെങ്കിൽ പ്രോബ്ലംസിനെ റെഗുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും വേണ്ടി ചില റൂളുകൾ അനിവാര്യമാണ്. അത്തരത്തിലുള്ള റൂളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോഷ്യൽ ലെജിസ്ലേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ സാമൂഹ്യപരമായ വിപത്തുകൾ, ഇപ്പൊ സമൂഹത്തിനെ കാർന്നു തിന്നുന്ന വിപത്തുകൾ, എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ ഡൗറി സിസ്റ്റം, അതൊരു സോഷ്യൽ ഈവിൾ ആണ് എന്ന് നമുക്ക് പറയാം. അതേപോലെ സതി സിസ്റ്റം ഒരു സോഷ്യൽ ഈവിൾ ആണ് എന്ന് പറയാം. അപ്പൊ ഇതെല്ലാം കർട്ടെയിൽ ചെയ്യുന്നതിന് വേണ്ടി, അതെല്ലാം നിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് നിയമങ്ങൾ അനിവാര്യമാണ്. ടു കൺട്രോൾ ആൻഡ് റെഗുലേറ്റ്. അപ്പൊ അത്തരത്തിലുള്ള റൂളുകൾ ഫ്രെയിം ചെയ്യുന്നതിന്റെ ഓമന പേരാണ് സോഷ്യൽ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ക്ലാസ്സിൽ നിന്ന് തന്നെ അങ്ങ് പഠിച്ചു പോകുക. അപ്പൊ സോഷ്യൽ ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഏത് ഉറക്കത്തിലും നമുക്ക് പറയാൻ പറ്റും, there are certain rules and regulations. എന്തിനു വേണ്ടി? ടു കൺട്രോൾ ദ സോഷ്യൽ ഈവിൾ, സോഷ്യൽ ഈവിളുകൾ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി, സോഷ്യൽ പ്രോബ്ലംസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംഭവങ്ങളാണ് സോഷ്യൽ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. The term social legislation refers to a body of rules enacted by a recognized body and operated by a community as binding upon itself. ഇനി കുറച്ചുകൂടി വിശദീകരിച്ച് നമുക്ക് പറയുവാണെങ്കിൽ, the social legislation term social legislation refers to a body of rules, ഒരു കൂട്ടം ചട്ടങ്ങളാണ്. enacted by whom? enacted by a recognized body. recognized body, അംഗീകരിക്കപ്പെട്ട ചില ബോഡികളാണ് അത് പാസ്സാക്കുന്നത്. അതായത് നമ്മളുടെ ഇവിടെ പാർലമെന്റ് പാസ്സാക്കുന്നു. അപ്പോ സോഷ്യൽ ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ refers to a body of rules enacted by the parliament or recognized body, and that rules are operated by whom? അങ്ങനെ ഉണ്ടാക്കുന്ന നിയമങ്ങൾ ആരാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ആരിലേക്കാണ് കൊടുക്കുന്നത്? ജനങ്ങളിലേക്ക്. That is operated by a community. അപ്പൊ ഒരു കമ്മ്യൂണിറ്റിയിലേക്കാണ് അത് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. കമ്മ്യൂണിറ്റിയിലേക്കാണ് അത് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. അത്തരത്തിലുള്ള സംഭവങ്ങളാണ് എന്ത്? സോഷ്യൽ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ കുറച്ചുകൂടി വിശദമായിട്ട് നമ്മൾ എങ്ങനെ പഠിച്ചു? ഇറ്റ് ഈസ് എ ബോഡി ഓഫ് റൂൾസ് that are enacted by the parliament and it is operated by the community. കമ്മ്യൂണിറ്റിയിലേക്ക് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന സംഭവങ്ങളാണ് സോഷ്യൽ ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ സച്ച് ആസ് ക്രൈംസ്, അതേപോലെ സോഷ്യോ എക്കണോമിക് ഇൻജസ്റ്റിസ്, സോഷ്യൽ ഇൻഇക്വാലിറ്റി ആൻഡ് അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് വുമൺ, ചിൽഡ്രൻ ആൻഡ് ദ ഓൾഡർ ഹാവ് ടു ബി ടാക്കിൾഡ് ത്രൂ ദി ലെജിസ്ലേഷൻ. അപ്പൊ നമുക്ക് എക്സാമ്പിൾ പറയുവാണെങ്കിൽ പല പല കാര്യങ്ങളുണ്ട്. ക്രൈമുകൾ, പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ, സോഷ്യൽ എക്കണോമിക് സാമൂഹ്യപരമായിട്ടുള്ളതും എക്കണോമിക് ആയിട്ടുള്ളതുമായിട്ടുള്ള ഇൻജസ്റ്റിസ്, അസമത്വങ്ങൾ, അതേപോലെ സോഷ്യൽ ഇൻഇക്വാലിറ്റി, അതേപോലെ തന്നെ വുമൻസിനും ചിൽഡ്രനും എതിരെയുള്ള പ്രശ്നം, അട്രോസിറ്റീസ്, അതേപോലെ തന്നെ ഓൾഡർ പീപ്പിളിനോട് കാണിക്കുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം നമുക്ക് ലെജിസ്ലേഷൻ കൊണ്ട് നമുക്ക് നിയന്ത്രണ വിധേയമാക്കേണ്ടതുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് സോഷ്യൽ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. The legislation formulated to control and prevent such social issues are termed social legislation. Social legislation consists of laws
that provide the particular kind of protection or benefit to the society. അപ്പൊ ഇത്തരത്തിലുള്ള സോഷ്യൽ ലെജിസ്ലേഷൻ നമ്മുടെ സൊസൈറ്റിയെ പ്രൊട്ടക്ട് ചെയ്യുവാണ്, പ്രൊട്ടക്ഷൻ തരുവാണ്. അത് സൊസൈറ്റിക്ക് ബെനിഫിഷ്യൽ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിന് സർട്ടൻ ലോസ്, ചില നിയമങ്ങളാണ്, ചില റൂളുകളാണ്, ചില ചട്ടങ്ങളാണ്. എന്തിനു വേണ്ടി? ടു പ്രൊട്ടക്ഷൻ ആൻഡ് ബെനിഫിറ്റ് ഓഫ് ദി സൊസൈറ്റി. സൊസൈറ്റിക്കും അതേപോലെ തന്നെ നമ്മളുടെ സൊസൈറ്റിയുടെ ബെനിഫിറ്റിനും പ്രൊട്ടക്ഷനും വേണ്ടി ഉണ്ടാക്കുന്ന ചില ലോസ് ആണ് സോഷ്യൽ ലെജിസ്ലേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. Social legislations are formal means of controlling and regulating the human behavior in group life. ചോദിച്ച ചോദ്യമാണ്. എന്താണ് സോഷ്യൽ ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ? ഫോർമൽ മീൻസ് ഓഫ് കൺട്രോളിങ് ആൻഡ് റെഗുലേറ്റിംഗ് ദ ഹ്യൂമൻ ബിഹേവിയർ ഇൻ ഗ്രൂപ്പ് ലൈഫ്. ഒരു ഗ്രൂപ്പ് ലൈഫിൽ ഹ്യൂമൻ ബിഹേവിയർ റെഗുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനുമായിട്ടുള്ള ഫോർമൽ മീൻസിന്റെ ഓമന പേരെന്ത്? ചോദിച്ച ചോദ്യം. അതാണ് സോഷ്യൽ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സോഷ്യൽ ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോർമൽ മീൻസ്, ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു മാർഗമാണ്. ഫോർമൽ മീൻസ് എന്താ? അതായത് ലോസ് അതല്ലെങ്കിൽ റൂൾസ്. എന്തിനു വേണ്ടി? കൺട്രോളിങ് ആൻഡ് റെഗുലേറ്റിംഗ്. കൺട്രോൾ ചെയ്യണം, റെഗുലേറ്റ് ചെയ്യണം. എന്താ? ഹ്യൂമൻ ബിഹേവിയർ. ഹ്യൂമൻ ബിഹേവിയർ, മനുഷ്യരുടെ ബിഹേവിയർ, പെരുമാറ്റങ്ങളാ. എല്ലാ ഓരോരുത്തരുടെയും പെരുമാറ്റങ്ങൾ കൺട്രോൾ ചെയ്യണം, റെഗുലേറ്റ് ചെയ്യണം. എവിടെ? ഇൻ എ ഗ്രൂപ്പ് ലൈഫ്, ഇൻ എ സൊസൈറ്റി, ഇൻ എ ഗ്രൂപ്പ്. അപ്പൊ ഒരു ഗ്രൂപ്പ് ലൈഫില് ആ ഹ്യൂമൻ ബിഹേവിയർ കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനുമായിട്ടുള്ള ഒരു ഫോർമൽ മീൻസിന്റെ ഓമന പേരെന്താ? ചോദിച്ച ചോദ്യം. എന്താണ്? സോഷ്യൽ ലെജിസ്ലേഷൻ. കുറിച്ചെടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ആരും ശിവരാത്രി മണപ്പുറത്തിരിക്കുന്ന പോലെ ഇരിക്കരുത്, കുറിച്ചെടുക്കുക. അപ്പോ സോഷ്യൽ ലെജിസ്ലേഷൻസ് എന്ന് പറഞ്ഞാൽ ഫോർമൽ മീൻസ് ടു കൺട്രോൾ ആൻഡ് റെഗുലേറ്റ്. വാട്ട്? റെഗുലേറ്റ് ദ ഹ്യൂമൻ ബിഹേവിയർ. എവിടെ? ഇൻ എ ഗ്രൂപ്പ് ലൈഫ്. ദാറ്റ് ഈസ് മീൻസ് ദ സൊസൈറ്റി. ഓക്കെ. ഇനി ഡോക്ടർ ആർ.എൻ. സക്സേന ഡിഫൈൻ ദ സോഷ്യൽ ലെജിസ്ലേഷൻ. ഡോക്ടർ ആർ.എൻ. സക്സേന ഡെഫിനിഷൻ നോട്ട് ചെയ്തു വെക്കുക. ഡോക്ടർ ആർ.എൻ. സക്സേന പറയുന്നത്, സക്സേന സക്സേന define social legislation as any act passed by the legislature or a decree issued by a government for the removal of certain social evils or for the improvement of social conditions or with the aim of bringing about social reforms. എന്താ പറഞ്ഞേ? സക്സേനയുടെ അഭിപ്രായത്തിൽ സക്സേന പറയുന്നു, സോഷ്യൽ ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എനി ആക്ട് പാസ്ഡ് ബൈ ദി ലെജിസ്ലേച്ചർ, ഏതൊരു ആക്ടും, നമ്മുടെ നിയമനിർമ്മാണ സഭ പാസ്സാക്കുന്ന ഏതു നിയമങ്ങളും, ഓർ എ ഡിക്രി ഇഷ്യൂഡ് ബൈ ദി ഗവൺമെന്റ്, അതല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ചില ഡിക്രികൾ. എന്തിനു വേണ്ടി? ഫോർ ദ റിമൂവൽ ഓഫ് സർട്ടൻ സോഷ്യൽ ഈവിൾസ്. അതായത് ഇവിടെയുള്ള സാമൂഹ്യപരമായ പല ഈവിൾസും റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഫോർ ഇംപ്രൂവ്മെന്റ് ഓഫ് സോഷ്യൽ കണ്ടീഷൻസ്, അല്ലെങ്കിൽ സോഷ്യൽ കണ്ടീഷനുകൾ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി, ഓർ വിത്ത് എയിം ഓഫ് ബ്രിങ്ങിങ് അബൌട്ട് സോഷ്യൽ റിഫോം, അതല്ലെങ്കിൽ ഇവിടെ സാമൂഹ്യപരമായിട്ടുള്ള ഒരു റിഫോർമേഷൻ കൊണ്ടുവരുന്നത് ലക്ഷ്യമാക്കിക്കൊണ്ട് ഇവിടെ ഉണ്ടാക്കുന്ന നിയമങ്ങളോ അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ പാസ്സാക്കുന്ന ആക്ടുകളോ അല്ലെങ്കിൽ ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഡിക്രിയോ, ഇതെല്ലാമാണ് സോഷ്യൽ ലെജിസ്ലേഷൻ എന്ന് പറയുന്ന നിർവചനത്തിൽ വരുന്നത് എന്ന് ആര് പറയുന്നു? ഡോക്ടർ സക്സേന. സക്സേനയുടെ ഡെഫിനിഷൻ എന്താ പറയുന്നേ? ഡെഫിനിഷനിൽ പറയുന്നു, സോഷ്യൽ ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എനി ആക്ട് പാസ്ഡ് ബൈ ദി ലെജിസ്ലേച്ചർ, ലെജിസ്ലേച്ചർ പാസ്സാക്കുന്ന ഏത് നിയമവും എന്താണ്? സോഷ്യൽ ലെജിസ്ലേഷൻ ആണ് കേട്ടോ. അതേപോലെ ഡിക്രി പാസ്ഡ് ബൈ ദി ഗവൺമെന്റ്, അതായത് ഗവൺമെന്റുകൾ പാസ്സാക്കുന്ന ഡിക്രികള്, വിധികള് എന്തിനുമായിട്ട് ബന്ധപ്പെട്ടത്? റിമൂവൽ ഓഫ് സർട്ടൻ സോഷ്യൽ ഈവിൾസ്, ഇവിടെയുള്ള സാമൂഹ്യപരമായിട്ടുള്ള ഈവിൾസ് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി, അതേപോലെ തന്നെ ഇംപ്രൂവ്മെന്റ് ഓഫ് സോഷ്യൽ കണ്ടീഷൻ, ഇവിടെയുള്ള സാമൂഹ്യ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, ഓർ വിത്ത് എയിം ഓഫ് ബ്രിങ്ങിങ് അബൌട്ട് എ സോഷ്യൽ റിഫോം, സാമൂഹ്യപരമായ റിഫോർമേഷൻ
കൊണ്ടുവരണം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടും അതേപോലെ ഇവിടെയുള്ള സാമൂഹ്യപര കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിനും സോഷ്യൽ ഈവിൾസ് റിമൂവ് ചെയ്യുന്നതിനും വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഡിക്രികളും അതേപോലെ ലെജിസ്ലേച്ചർ പാസ്സാക്കുന്ന ആക്ടുകളും എന്താണ്? അതിനെയാണ് സോഷ്യൽ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് എന്ന് ആര് പറയുന്നു? ഡോക്ടർ സക്സേന. അപ്പൊ അത് പഠിച്ചു. ഇനി there are two major components for social legislation. ഈ സോഷ്യൽ ലെജിസ്ലേഷന് രണ്ട് പ്രധാന എലമെന്റ്സ് ഉണ്ട്, കോമ്പോണൻസ് ഉണ്ട്. ഏതൊക്കെയാണ് ആ എലമെന്റ്സ്? രണ്ട് ലിംബുകൾ അതിനുണ്ട്. വൺ ഈസ് ഫോർമുലേഷൻ. ടു കോമ്പോണൻസ്. ഈ സോഷ്യൽ ലെജിസ്ലേഷന് രണ്ട് കോമ്പോണൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തത് എന്താണ്? ഫസ്റ്റ് വൺ ഈസ് ഫോർമുലേഷൻ. രണ്ടാമത്തേത് എന്താണ്? എൻഫോഴ്സ്മെന്റ്. ഫോർമുലേഷൻ ആൻഡ് എൻഫോഴ്സ്മെന്റ്, ഈ രണ്ട് എലമെന്റ്സ് ആണ് എന്തിനുള്ളത്? സോഷ്യൽ ലെജിസ്ലേഷനുള്ളത്. എന്താണ് ഫോർമുലേഷൻ എന്ന് പറഞ്ഞാൽ? ഫോർമുലേറ്റ് ചെയ്യുക, ഉണ്ടാക്കുക. ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രീസ് elected people's representative propose and formulate laws in the parliament and state assemblies. അതായത് നമ്മുടെ ഡെമോക്രാറ്റ് ഇന്ത്യ പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറുകൾ അതേപോലെ തന്നെ ഇന്ത്യൻ പാർലമെന്റുകൾ നിയമങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പൊ അതാണ് ഫോർമുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഏതൊരു സോഷ്യൽ ലെജിസ്ലേഷനും രണ്ട് എലമെന്റ്സ് ഉണ്ട്. ഒന്ന് ഫോർമുലേഷൻ, നിയമങ്ങൾ എന്ത് ചെയ്യുക? രൂപവൽക്കരിക്കുക. അപ്പോ അതിന്റെ ഡ്യൂട്ടി ആർക്കാണ്? നമ്മുടെ സ്റ്റേറ്റ് അസംബ്ലികളിലെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അതേപോലെ പാർലമെന്റ് ആണ് ലോസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഇനി എൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ? അത് എൻഫോഴ്സ് ചെയ്യണം, അത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകണം. അതാണ് എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ആ എൻഫോഴ്സ്മെന്റിൽ വരുന്നതാണ് പോലീസ്, അതേപോലെ തന്നെ നമ്മളുടെ ജുഡീഷ്യറി, ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ്, ഏജന്റ്സ് ഓഫ് ലോ എൻഫോഴ്സ്മെന്റ്. അപ്പൊ ഇത്തരത്തിലുള്ള ലോകളെ എൻഫോഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അധികാരികളാണ് എൻഫോഴ്സ്മെന്റിന്റെ അണ്ടറിൽ വരുന്നത്. അപ്പോൾ ഏതൊരു സോഷ്യൽ ലെജിസ്ലേഷൻ എടുത്താലും അതിന് രണ്ട് എലമെന്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് ഫോർമുലേഷൻ, അതായത് നിയമങ്ങൾ ഉണ്ടാക്കണം, ചട്ടങ്ങൾ രൂപവൽക്കരിക്കണം. ആരാ ഉണ്ടാക്കുന്നേ? സോഷ്യൽ ലെജിസ്ലേച്ചറുകൾ, അതായത് സംസ്ഥാന സ്റ്റേറ്റ് അസംബ്ലികൾ അല്ലെങ്കിൽ പാർലമെന്റ്. ഓക്കെ. ഇനി അത് ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം കാര്യമില്ല, അതെന്ത് ചെയ്യണം? അത് എൻഫോഴ്സ് ചെയ്യണം. എൻഫോഴ്സ്മെന്റ്. ആ എൻഫോഴ്സ്മെന്റ് പറയുന്നത് എന്താണ്? രണ്ടാമത്തെ ലിംബാണ്, അതിന്റെ രണ്ടാമത്തെ കോമ്പോണന്റ് ആണ്. അപ്പൊ രണ്ട് കാര്യങ്ങളും നമ്മൾ പഠിച്ചു. ഇനി എന്താണ് ഈ സോഷ്യൽ ലെജിസ്ലേഷന്റെ ഒബ്ജക്റ്റീവ്സ്? സോഷ്യൽ ലെജിസ്ലേഷന്റെ ഒബ്ജക്റ്റീവ്സ് കുറിച്ചെടുക്കണം. താഴെ കൂടി സോഷ്യൽ ലെജിസ്ലേഷന്റെ ഒബ്ജക്റ്റീവിൽ പെടുന്നത് ഏത്, പെടാത്തത് ഏത്, ഈ രീതിയിലെല്ലാം ക്വസ്റ്റ്യൻസ് നമ്മൾ ഇനിയുള്ള കാലം പഠിക്കുമ്പോൾ നമ്മൾ എല്ലാ മേഖലകളും പഠിക്കണം. അതല്ലാതെ പണ്ടൊക്കെ പഠിക്കുമ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനെയൊന്നും ഡീപ്പായിട്ടൊന്നും പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മുടെ എല്ലാം അതിൻ്റെ മുക്കും മൂലയും ഒക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് വെറുതെ ഒരു ഈസി ആയിട്ടുള്ള ഒരു പഠനം പറ്റത്തില്ല. അതുകൊണ്ടാണ് പറയുന്നേ നമ്മളെല്ലാം കുറിച്ചെടുക്കണം, ഒന്നും കളയാനില്ല. അപ്പൊ ഒബ്ജക്റ്റീവ് ഓഫ് സോഷ്യൽ ലെജിസ്ലേഷൻ, ഈ സോഷ്യൽ ലെജിസ്ലേഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ, പ്രൊമോട്ട് ഹാർമണി ഇൻ കമ്മ്യൂണിറ്റി. പ്രൊമോട്ട് ഹാർമണി ഇൻ കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയിൽ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു അവസ്ഥ സംജാതമാക്കുക, അത് പ്രൊമോട്ട് ചെയ്യുക. അപ്പൊ ഏതൊരു സോഷ്യൽ ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞതിന്റെയും പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് ആണ് പ്രൊമോട്ട് ഹാർമണി ഇൻ കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയിൽ ഹാർമണി ഉണ്ടാക്കുക. ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ആ സൊസൈറ്റിയിലെ നോംസ്, റൂൾസ് അതൊക്കെ അനുസരിച്ചിട്ട് വേണം ജീവിക്കാനായിട്ട്. മനസ്സിലായോ? അപ്പൊ അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മളെ സൊസൈറ്റിയിൽ നിന്ന് പുറത്താകും. മനസ്സിലായോ? അപ്പൊ അതാണ്. അപ്പൊ ഒബ്ജക്റ്റീവ് സോഷ്യൽ ലെജിസ്ലേഷൻ കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്താണ്? ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു അവസ്ഥ സംജാതമാക്കുക. അതാണ് പ്രൊമോട്ട് ഹാർമണി ഇൻ എ കമ്മ്യൂണിറ്റി. രണ്ടാമത്, അപ്ഹോൾഡ് റൈറ്റ് ആൻഡ് പ്രൊട്ടക്ട് പീപ്പിൾ ഫ്രം ഇൻജസ്റ്റിസ്. അതായത് ഇൻജസ്റ്റിസിൽ നിന്ന് ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുകയും അവരുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കാനും സഹായിക്കുക. അപ്പൊ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അപ്ഹോൾഡ് റൈറ്റ്സ്, റൈറ്റ് അപ്ഹോൾഡ് ചെയ്യുക, ഉയർത്തിപ്പിടിക്കുക. ആൻഡ് പ്രൊട്ടക്ട് പീപ്പിൾ ഫ്രം ഇൻജസ്റ്റിസ്, ആൻഡ് പ്രൊട്ടക്ട്
പീപ്പിൾ ഫ്രം ഇൻജസ്റ്റിസ്, ഇൻജസ്റ്റിസിൽ നിന്ന് ജനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. മൂന്നാമത്, എൻഷുർ ദ സെക്യൂരിറ്റി ഓഫ് ദി സൊസൈറ്റി, സൊസൈറ്റിയുടെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക. എൻഷുർ ദ സെക്യൂരിറ്റി ഓഫ് ദി സൊസൈറ്റി, സൊസൈറ്റിയുടെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക വേറൊരു ഒബ്ജക്റ്റീവാണ്. കഴിഞ്ഞില്ല, അടുത്ത ഒബ്ജക്റ്റീവാണ് ഇംപ്രൂവ് സോഷ്യൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻ. ഇംപ്രൂവ് സോഷ്യൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻ, സോഷ്യൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻ, സാമൂഹ്യപരമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ ഇംപ്രൂവ് ചെയ്യുക, അത് വേറൊരു ലക്ഷ്യമാണ്. അഡ്രസ് ഗ്രീവൻസസ്, അടുത്തൊരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഗ്രീവൻസസ്, അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ അടുത്തത് ബ്രിങ് സോഷ്യൽ ഓർഡർ ത്രൂ സോഷ്യൽ കൺട്രോൾ, സോഷ്യൽ ഓർഡർ ബ്രിങ് അപ്പ് ചെയ്യുക. എന്തിലൂടെ? ഒരു സാമൂഹ്യപരമായ കൺട്രോളിലൂടെ. ബ്രിങ് സോഷ്യൽ ഓർഡർ എന്തിലൂടെയാണ് അത് സംജാതമാകുന്നത്? ത്രൂ സോഷ്യൽ കൺട്രോൾ, സാമൂഹ്യപരമായ ഒരു കൺട്രോൾ. നിയമങ്ങൾ വരുമ്പോൾ ഒരു കൺട്രോൾ വരും. ആ കൺട്രോൾ വരുമ്പോൾ എന്താണ്? ഒരു സോഷ്യൽ ഓർഡർ ഉണ്ടാവും. അപ്പോൾ ബ്രിങ് സോഷ്യൽ ഓർഡർ കൊണ്ടുവരും. ഇതാണ് സോഷ്യൽ ലെജിസ്ലേഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ സോഷ്യൽ ലെജിസ്ലേഷന്റെ ഒബ്ജക്റ്റീവിലേക്ക് ഒന്നുകൂടി നമുക്ക് കടന്നു വരാം. സോഷ്യൽ ലെജിസ്ലേഷന്റെ ഒബ്ജക്റ്റീവ്, ഒന്നാമത്തെ ഒരു ഒബ്ജക്റ്റീവാണ് കമ്മ്യൂണിറ്റിയിൽ ഒരു ഹാർമണി പ്രൊമോട്ട് ചെയ്യുക. പ്രൊമോട്ട് ഹാർമണി ഇൻ കമ്മ്യൂണിറ്റി പഠിച്ചു. രണ്ടാമത് എന്താണ്? അപ്ഹോൾഡ് റൈറ്റ് ആൻഡ് പ്രൊട്ടക്ട് പീപ്പിൾ ഫ്രം ഇൻജസ്റ്റിസ്, ഇൻജസ്റ്റിസിൽ നിന്ന് പ്രൊട്ടക്ഷൻ കൊടുക്കുക. അതേപോലെ ജനങ്ങളുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കാനായിട്ട് അവരെ പര്യാപ്തരാക്കുക. മൂന്നാമത് എന്താണ്? സൊസൈറ്റിയിലെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക. എൻഷുർ ദ സെക്യൂരിറ്റി ഓഫ് ദി സൊസൈറ്റി, സൊസൈറ്റിയുടെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക. നാലാമത് എന്താ പറയുന്നത്? ഇവിടെയുള്ള സോഷ്യൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യുക. അഞ്ചാമത്തെ എന്താണ്? എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ അഡ്രസ് ദ ഗ്രീവൻസസ്. അതേപോലെ തന്നെ ആറാമത്തെ എന്താണ്? സോഷ്യൽ ഓർഡർ കൊണ്ടുവരിക. എന്തിലൂടെയാണ് ആ സോഷ്യൽ ഓർഡർ കൊണ്ടുവരാൻ കഴിയുക? സോഷ്യൽ കൺട്രോളിലൂടെ സോഷ്യൽ ഓർഡർ ബ്രിങ് അപ്പ് ചെയ്യുക തുടങ്ങിയവയാണ് ഇതിന്റെ സോഷ്യൽ ലെജിസ്ലേഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു. അപ്പൊ സോഷ്യൽ ലെജിസ്ലേഷൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി. സോഷ്യൽ ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞ എന്താണ്? ചില റൂൾസ്, ചില ലോസ് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സൊസൈറ്റിയുടെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ് ഇറ്റ്സ് എ ഫോർമൽ മീൻസ് ആണ്. ഫോർമൽ മീൻസ് ആണ് എന്ത്? ഈ സോഷ്യൽ ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടുള്ള ഫോർമൽ മീൻസ് ആണെന്നാ പറഞ്ഞത്? കൺട്രോൾ ആൻഡ് ഓപ്പറേറ്റ്, ഫോർമൽ മീൻസ് ഓഫ് കൺട്രോളിങ് ആൻഡ് പ്രൊട്ടക്ടിങ് ദ ഇമ്മ്യൂണിറ്റി, അതിലുള്ള ജനങ്ങളെ, അതായത് ആ ഹ്യൂമൻ ബിഹേവിയറിനെ, ജനങ്ങളുടെ ബിഹേവിയറെ, പെരുമാറ്റങ്ങൾ കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ഫോർമൽ മീൻസിന്റെ ഓമന പേരാണ് സോഷ്യൽ ലെജിസ്ലേഷൻ. അത് നമ്മുടെ പാർലമെന്റ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ സ്റ്റേറ്റ് അസംബ്ലികൾ ഉണ്ടാക്കുന്നു. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ആ സൊസൈറ്റിയിൽ ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്താം. അതുപോലെ സൊസൈറ്റിയിലുള്ള അനാചാരങ്ങൾക്കെതിരെ നമുക്ക് നടപടികൾ എടുക്കാനായിട്ട് കഴിയും. അങ്ങനെയുള്ള സംഭവങ്ങൾ. അതിന് രണ്ട് ലിമ്പുണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് ഫോർമുലേഷൻ, അതായത് അത്തരത്തിലുള്ള നിയമങ്ങൾ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യണം. രണ്ടാമത് അത് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് എൻഫോഴ്സ് ചെയ്യുകയും വേണം. അങ്ങനെ രണ്ട് കോമ്പോണൻസ് ആണ് അതിനുള്ളത് എന്ന് പഠിച്ചു. ഇനി അത്തരത്തിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ ലെജിസ്ലേഷൻ ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഏതാണ്? ഡൗറി പ്രൊഹിബിഷൻ ആക്ട്. എന്താണ് ഡൗറി പ്രൊഹിബിഷൻ ആക്ട്? പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഇടം പിടിച്ച ഒരു ആക്റ്റാണ് ഡൗറി പ്രൊഹിബിഷൻ ആക്ട്. വളരെ ചെറിയൊരു ആക്റ്റാണ്, പക്ഷെ നമ്മളത് കൃത്യമായിട്ട് നോക്കി പോവുക. അത് വന്ന വർഷം 1961. ആ വർഷം വളരെയേറെ പ്രാധാന്യമുണ്ട്. പലപ്പോഴും മാച്ച് ദ ഫോളോയിങ്ങിലും അല്ലാതെയൊക്കെ പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 1961 എന്ത് വരുന്നത്? ഡൗറി പ്രൊഹിബിഷൻ ആക്ട് വരുന്നത്. അപ്പൊ അതില് ഡേറ്റും അതേപോലെ തന്നെ മാസവും ചോദിച്ചാൽ 20th May 1961. ഇതാണ് 20th May 1960. 20 മെയ് 1961 ഡൗറി പ്രൊഹിബിഷൻ ആക്ട് വരുന്നത്. 20 മെയ് 1961.
ഇതില് ടോട്ടൽ 10 സെക്ഷനുകളാണുള്ളത്. എത്ര വകുപ്പുകളാണുള്ളത്? ടോട്ടൽ 10 സെക്ഷൻസ്, 10 വകുപ്പുകളാണ് ഇതിലുള്ളത്. അപ്പൊ 10 വകുപ്പുകളിലായിട്ടാണ് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡൗറി പ്രൊഹിബിഷൻ ആക്ട്. ഇനി ഈ ഡൗറി പ്രൊഹിബിഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിൽ എന്താ പ്രൊഹിബിറ്റ് ചെയ്യുന്നത്? ഡൗറിയാണ്. ഡൗറി പ്രൊഹിബിഷൻ ആണ് അതിൽ പറയുന്നത്. അപ്പോൾ ആ ഡൗറി പ്രൊഹിബിഷനിൽ ഡൗറി പ്രൊഹിബിറ്റ് ചെയ്യുവാണ്. അപ്പൊ ഡൗറി എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്താണ് ഡൗറി? ഡൗറി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഡൗറി എന്ന് പറഞ്ഞാൽ. അപ്പോൾ സെക്ഷൻ 2 ഓഫ് ദി ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961, ദ ടേം ഡൗറി മീൻസ്. അപ്പൊ ഡൗറിയെ കുറിച്ചുള്ള പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഇടം പിടിച്ചതാണ്. എവിടെയാണ് ഡൗറിയുടെ നിർവചനം പറയുന്നത്? എവിടെയാണ് പറയുന്നത്? സെക്ഷൻ 2 ഓഫ് ദി ഡൗറി പ്രൊഹിബിഷൻ ആക്ട്. സെക്ഷൻ 2 നമുക്ക് പലപ്പോഴും തെറ്റിപ്പോകും. സെക്ഷൻ 2 ഓഫ് ദ DV ആക്ട്, സെക്ഷൻ 2 ഓഫ് ദ JJ ആക്ട്, സെക്ഷൻ 2 ഓഫ് ദ ഡൗറി പ്രൊഹിബിഷൻ ആക്ട്. എവിടെയാ കൃത്യമായിട്ട് പറയുന്നത്? സെക്ഷൻ 2 ഓഫ് ദി ഡൗറി പ്രൊഹിബിഷൻ ആക്ട്. സ്ത്രീധന നിരോധന നിയമത്തിന്റെ 2ാമത്തെ വകുപ്പിലാണ് ഡൗറിയെ കുറിച്ച് നിർവചനം പറയുന്നത്. ICDSന്റെ ഇതിൽ നമ്മൾ എടുത്തിട്ടില്ല. DV ആക്ട് നിങ്ങൾ പഠിച്ചതാണ്. DV ആക്ടിൽ പറയുന്നുണ്ടല്ലോ ഡൗറിയെ പറ്റി. ഓർമ്മയുണ്ടോ? കഴിഞ്ഞതെല്ലാം നമ്മുടെതല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത് അവിടെ ഇട്ടുകൊണ്ട് പോന്നോ? ഡൗറിയെ കുറിച്ച് പറയുന്നുണ്ടോ DV ആക്ടിൽ? ഒന്ന് പറഞ്ഞേ, പറയുന്നുണ്ടോ? 2 clause H. വെരി ഗുഡ്. 2 clause H ഡൗറിയെ കുറിച്ച് പറയുന്നുണ്ട്. DV ആക്ട്, ഡൊമസ്റ്റിക് വയലൻസ് ആക്ടില് 2 clause H നമ്മൾ അത് എടുക്കും. 2 clause H DV ആക്ടിന്റെ 2 clause H എന്ത് പറയുന്നു? ഡൗറിയെ കുറിച്ച് പറയുന്നു. പക്ഷെ അവിടെ നിർവചിക്കുന്നില്ല. നിർവചനം പറയുന്നത് ഇത്രയാണ്. 2 clause H പറയുന്നത് ഡൗറി പ്രൊഹിബിഷൻ ആക്ടിലെ സെക്ഷൻ 2 പറയുന്ന ഡൗറി എന്നാണ് 2 clause H പറയുന്നത്. അപ്പൊ ശരിക്കും നിർവചനം എവിടെയാ പറയുന്നത്? ഡൗറി പ്രൊഹിബിഷൻ ആക്ട് സെക്ഷൻ 2. DV ആക്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്. എന്ത്? ഡൗറി പ്രൊഹിബിഷൻ ആക്ടിലെ സെക്ഷൻ 2 പറയുന്ന ഡൗറി എന്നാണ് DV ആക്ടിൽ, ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിൽ 2H പറയുന്നത്. അതുകൊണ്ടാണ് തെറ്റിക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും ഡൗറിയുടെ നിർവചനം പറയുന്നത്. ചോദിച്ച ചോദ്യമാണ്. സെക്ഷൻ 2 clause H ഓഫ് ദി ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്. അപ്പൊ നമ്മൾ ഓടിച്ചാടി എന്ത് എഴുതും? അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അത് ആൻസർ ആയിട്ട് എഴുതും. അതിൽ നിർവചിക്കുന്നില്ല. നിർവചനം പറയുന്നത് സെക്ഷൻ 2 ഓഫ് ദി ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 1961. ഇനി അതേസമയം ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടെയെല്ലാം ഡൗറിയെ കുറിച്ചിട്ടുള്ള പരാമർശം ഉണ്ട്, എവിടെയെല്ലാം മെൻഷൻ ചെയ്യുന്നുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമെങ്കിൽ നമ്മൾ ഈ 2 എഴുതണം. മനസ്സിലായി? ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു ഘടകമുണ്ട്. നമ്മളെല്ലാവരും പഠിക്കുന്നവരാണ്. ഈ പഠിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ പഠിച്ചാലെല്ലാം ആയി എന്ന് നമ്മൾ ധരിക്കും. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്ത് മനസ്സിലാക്കുമ്പോൾ ഇപ്പം നമ്മൾക്ക് വലിയ റാങ്ക് കിട്ടി, അതായത് അക്കാഡമിക് തലത്തിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയവരും സെക്കൻഡ് റാങ്ക് കിട്ടിയവരും ഇപ്പോൾ ജോലിയില്ലാതെ നടക്കുന്ന എത്രയോ പേരെ ഞാൻ കാണിച്ചു തരാം. അവർക്കൊന്നും ബുദ്ധിയില്ലാഞ്ഞിട്ടാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഇതൊരു ടെക്നിക്കാണ്. നമുക്ക് ഒരു PSC എക്സാം, കോമ്പറ്റേറ്റീവ് എക്സാം എഴുതി വിജയിക്കുക എന്ന് പറയുന്നത് അതിൽ നമുക്ക് കുറേ എക്സ്പീരിയൻസും കുറച്ച് ഭാഗ്യങ്ങളും ഇതെല്ലാം കൂടി കോർത്തിണങ്ങുന്നൊരു സംഭവമാണ്. അപ്പോൾ ചോദിക്കും അക്കാഡമിക് തലത്തിലുള്ള പരീക്ഷകൾക്ക് ഇങ്ങനെയുള്ള ഭാഗ്യവും യോഗവും ഒന്നും വേണ്ടേന്ന്. വേണം, പക്ഷെ ഇതിൽ കുറെ കൂടി ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കാണുമ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ വിലയിരുത്തുന്ന ആ ഒരു രീതി, നമ്മളെല്ലാം പഠിച്ച് തികഞ്ഞവരായിട്ടാണ് എക്സാം ഹോളിലേക്ക് പോകുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആ ഡയറക്റ്റായിട്ട് ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മളത് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുന്ന രീതിയിൽ വരുന്ന വ്യത്യാസമാണ് നമ്മളെ നെഗറ്റീവ് അടിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ഞാൻ ഈ പറഞ്ഞത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ ഇതാണ്: എവിടെയാണ് ഡൗറിയെ കുറിച്ചിട്ടുള്ള ഡെഫിനിഷൻ പറയുന്നത്?
ഡൗറി ഡിഫൈൻ ചെയ്യുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ക്വസ്റ്റ്യൻ ഡിഫൈൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, നിർവചനം പറഞ്ഞിരിക്കുന്നത് ഒറ്റ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, സെക്ഷൻ 2 മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതേസമയം എവിടെയെല്ലാം ഡൗറിയെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്, മെൻഷൻ ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻ കണ്ടോ, ഡിഫൈൻ മാറി മെൻഷൻ എന്നാണ്. അപ്പൊ നമ്മൾ രണ്ടും എഴുതണം. ഏത് 2 clause DV ആക്ടിൽ മെൻഷൻ ചെയ്യുന്നില്ലേ ഡൗറിയെ പറ്റി? തീർച്ചയായിട്ടും പറയുന്നുണ്ട്. ഡൗറി പ്രോഹിബിഷൻ ആക്ടിൽ മെൻഷൻ ചെയ്യുന്നില്ലേ? മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ബോത്ത് A and B ആണ് ആൻസർ. മനസ്സിലാവും. പലപ്പോഴും ഡൗറി അത് ഡിഫൈൻ ചെയ്യുന്നത് അതിലല്ലേ, 2 അപ്പൊ അത് മാത്രം ആൻസർ എഴുതിപ്പോലും നെഗറ്റീവ് അടിക്കും. ഇതാണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പുനരാവർത്തനം ഒന്നും ഇല്ലാതെ നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും ഇതെല്ലാം പഠിച്ച് തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള തീരുമാനമാണ് നിങ്ങൾ എടുക്കേണ്ടത് എന്ന് ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ സെക്ഷൻ 2 ഡൗറി പ്രോഹിബിഷൻ ആക്ടിന്റെ 2ാമത്തെ സെക്ഷനിലാണ് ഡൗറിയെ കുറിച്ചിട്ടുള്ള നിർവചനം പറയുന്നത്. അപ്പൊ എന്താണ് ഡൗറി എന്ന് നമുക്ക് നോക്കാം. എന്നാലല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിൽ അർത്ഥമുള്ളൂ. എന്താ ഡൗറി? The term dowry means any property or valuable security given or agreed to be given either directly or indirectly. അവിടെ വരെ നിൽക്കട്ടെ. എന്താ പറഞ്ഞത്? The term dowry means, dowry എന്ന് പറയുന്ന ടേം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? എനി പ്രോപ്പർട്ടി, ഏതൊരു പ്രോപ്പർട്ടിയും വരും കേട്ടോ. ഓർ വാല്യൂബിൾ സെക്യൂരിറ്റി, അല്ലെങ്കിൽ ഏതെങ്കിലും മൂല്യമുള്ള സെക്യൂരിറ്റി, വാല്യൂബിൾ സെക്യൂരിറ്റിയെ വരാം. അതെങ്ങനെയുള്ളതാണ്? ഗിവൺ ഓർ അഗ്രീഡ് ടു ബി ഗിവൺ, കൊടുക്കുന്നു അല്ലെങ്കിൽ അഗ്രീഡ് ടു ബി ഗിവൺ, നൽകാമെന്നുള്ള ഒരു എഗ്രിമെന്റ്. എങ്ങനെ? എയ്തർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, ഒന്നുകിൽ നേരിട്ട് അല്ലെങ്കിൽ നേരിട്ടല്ലാത്ത രീതിയിൽ. അപ്പൊ എന്താണ്? നമുക്ക് തിരിച്ചൊന്ന് പറഞ്ഞു നോക്കാം. നേരിട്ടോ അല്ലാതെയോ കൊടുക്കാമെന്നോ അല്ലെങ്കിൽ കൊടുക്കാമെന്നുള്ള വാഗ്ദാനമോ അല്ലെങ്കിൽ കൊടുക്കുകയോ ചെയ്യുന്ന ഏതൊരു പ്രോപ്പർട്ടിയും ഏതൊരു വാല്യൂബിൾ സെക്യൂരിറ്റിയും ഡൗറിയാണ് കേട്ടോ. ഇനി ഇത് ആർക്കാ കൊടുക്കണ്ടേ? ഡെഫിനിഷനിൽ അടുത്ത ലിമ്പിൽ പറയുന്നു, ബൈ വൺ പാർട്ടി ടു എ മാരേജ് ടു അതർ പാർട്ടി ടു എ മാരേജ്. വിവാഹത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പാർട്ടി മറ്റേ പാർട്ടിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്, ബൈ പാരന്റ് ഓഫ് either പാർട്ടി ടു എ മാരേജ് ഓർ ബൈ എനി അതർ പേഴ്സൺ, അല്ലെങ്കിൽ ഈ വധൂവരന്മാരുടെ പാരന്റ്സ് either പാർട്ടി ടു എ മാരേജ് ഓർ ബൈ എനി അതർ പേഴ്സൺ ടു either പാർട്ടി ടു ദി മാരേജ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും, പാരന്റ്സ് ആകണമെന്നില്ല, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ടു either പാർട്ടി, ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്നു. ഓർ ടു എനി അതർ പേഴ്സൺ അറ്റ് ഓർ ബിഫോർ ഓർ എനി ടൈം ആഫ്റ്റർ ദ മാരേജ്. അറ്റ് വിവാഹ സമയത്തോ അല്ലെങ്കിൽ ബിഫോർ മുമ്പോ അല്ലെങ്കിൽ എനി ടൈം ആഫ്റ്റർ ദ മാരേജ്, മാരേജിനു ശേഷമോ കൊടുക്കുന്ന സംഭവമാണ്. ഇൻ കണക്ഷൻ വിത്ത് മാരേജ് ഓഫ് ദ സെഡ് പാർട്ടീസ്, എന്തുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്? ഇൻ കണക്ഷൻ ഓഫ് മാരേജ് ഓഫ് ദി പാർട്ടീസ്. ഇൻ കണക്ഷൻ ഓഫ് മാരേജ്, മാരേജുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്നതായിരിക്കണം. ഇൻ കണക്ഷൻ ഓഫ് മാരേജ് സെഡ് പാർട്ടീസ്, അത്തരത്തിലുള്ള ആ വ്യക്തികളുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവമായിരിക്കണം. ഇപ്പൊ ഇതോടെ ഒന്ന് പറഞ്ഞു നോക്കാം. എന്താ പറയുന്നത്? ആദ്യം മുതൽ പറഞ്ഞു നോക്കാം. ഡൗറിയെ കുറിച്ചുള്ള നിർവചനം പറയുന്നത് സെക്ഷൻ 2 സെക്ഷൻ 2 ഓഫ് ദി ഡൗറി പ്രൊഹിബിഷൻ ആക്ട്, വർഷം 1961, മാസവും ദിവസവുമാണെങ്കിൽ 20 മെയ് 1961 പഠിച്ചു. എന്താ ഡൗറി എന്ന് പറഞ്ഞാൽ? ഡൗറി മീൻസ് എനി പ്രോപ്പർട്ടി, ഏതൊരു പ്രോപ്പർട്ടിയും വരും. വാല്യൂബിൾ സെക്യൂരിറ്റി വരും. അതെങ്ങനെയാണ്? ഗിവൺ ഓർ അഗ്രീഡ് ടു ബി ഗിവൺ. എങ്ങനെ കൊടുക്കാം? either ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. ഇനി ആർക്കൊക്കെയാ കൊടുക്കുന്നേ? ബൈ വൺ പാർട്ടി ടു എ മാരേജ് ടു അതർ പാർട്ടി ടു എ മാരേജ്. ഒരു പാർട്ടി മാരേജിൽ ഉൾപ്പെട്ട മറ്റേ പാർട്ടിക്ക് കൊടുക്കുന്നു. ഓർ ബൈ ദ പാരന്റ് ഓഫ് either പാർട്ടി, അതിന് അവരുടെ പാരന്റ്സ്, ഒരു കൂട്ടരുടെ പാരന്റ്സ് മറ്റേ പാർട്ടിക്ക് ആളുകൾക്ക് കൊടുക്കൂ. അല്ലെങ്കിൽ ബൈ എനി അതർ പേഴ്സൺ, വേറെ ആരെങ്കിലുമോ
എയ്തർ പാർട്ടി ടു മറ്റോ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പാർട്ടിക്ക് കൊടുക്കുന്നു, ഓർ ടു എനി അതർ പേഴ്സൺ അറ്റ് ഓർ ബിഫോർ. സമയം എപ്പോഴാ? ആ സമയത്തോ, വിവാഹ സമയത്ത് കൊടുക്കുന്നു, ഓർ ബിഫോർ വിവാഹത്തിന് മുമ്പ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അറ്റ് എനി ടൈം ആഫ്റ്റർ ദ മാരേജിനു ശേഷം കൊടുക്കുന്നു. ഒരു വിവാഹം നടന്നു, വിവാഹത്തിന് ശേഷം ഒരു ഇത്ര സെന്റ് സ്ഥലം കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാഗ്ദാനം, ഇത് ഡൗറിയാണ്. അപ്പൊ ആഫ്റ്റർ ദ മാരേജ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം? ഇൻ കണക്ഷൻ ടു ദി മാരേജ്. അതായത് വെറുതെ ഇപ്പൊ ഒരു വിവാഹം കഴിഞ്ഞപ്പോൾ ഒരു 10 സെന്റ് സ്ഥലം എഴുതി കൊടുത്തു, അത് ഒരിക്കലും ഇൻ കണക്ട് ആ മാരേജുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? അത് ഡൗറിയാണ്. അല്ലാത്ത രീതിയിലല്ല. അപ്പൊ ഇൻ കണക്ഷൻ വിത്ത് മാരേജ്, മാരേജുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം. എന്നിട്ട് എന്താ പറയുന്നേ? ആ വ്യക്തികളുടെ മാരേജുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം. ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ്, അതിൽ വരത്തില്ല കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താ വരാത്തത്? ഡസ് നോട്ട് ഇൻക്ലൂഡ് ഡവർ ഓർ മഹർ ഇൻ ദ കേസ് ഓഫ് എ പേഴ്സൺ ടു ഹൂം ദ മുസ്ലിം പേഴ്സണൽ ലോ. മുസ്ലിം വ്യക്തി നിയമപ്രകാരം നൽകുന്ന മഹർ എന്തിൽ വരത്തില്ല? ഡൗറി എന്ന് പറയുന്ന നിർവചനത്തിൽ വരത്തില്ല. പല ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ച ചോദ്യമാണ്. പ്രിൻസിപ്പൽ കൗൺസിലർ തസ്തിക ഉൾപ്പെടെയുള്ള തസ്തികകളിൽ ചോദിച്ച ചോദ്യമാണ്. ഡൗറിന്റെ നിർവചനത്തിൽ താഴെ കൊടുത്തിരിക്കുന്ന ഡൗറിയുടെ നിർവചനത്തിൽ വരാത്തത് ഏത്? മഹർ വരത്തില്ല. മഹർ ഓർ ഡവർ ഓർ മഹർ ഇൻ കേസ് ഓഫ് എ person to whom the മുസ്ലിം പേഴ്സണൽ ലോ. അപ്പൊ മുസ്ലിം പേഴ്സണൽ ലോയിൽ പറയുന്ന മഹർ കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ആ മഹർ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അത് ഡൗറി എന്ന് പറയുന്ന നിർവചനത്തിൽ വരത്തില്ല. അപ്പൊ വരാത്തത് ഏത് എന്നുള്ളതിന് പ്രാധാന്യമുണ്ട്. അപ്പൊ ഒന്നുകൂടി നമുക്കത് പഠിച്ചുകൊണ്ട് പോകാം. അതായത് ഡൗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം. ഒന്നാമത്തെ പോയിന്റ് ഇൻ കണക്ഷൻ വിത്ത് മാരേജ്, അത് പഠിച്ചു. ഇനി ഈ ഡൗറി എന്ന് പറയുന്ന സംഭവം എനി പ്രോപ്പർട്ടി ഓർ വാല്യൂബിൾ സെക്യൂരിറ്റി ആകാം. എന്താണ്? എനി പ്രോപ്പർട്ടി ഓർ വാല്യൂബിൾ സെക്യൂരിറ്റി. പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാല്യൂബിൾ ആയിട്ടുള്ള എന്തെങ്കിലും സെക്യൂരിറ്റിയോ ആകാം. അത് കൊടുക്കുന്നത് അറ്റ് ആ സമയത്തോ ബിഫോർ. ഒരു നിമിഷം ബാങ്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഡൗറി എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഡൗറിയെ കുറിച്ചിട്ടുള്ള നിർവചനം പറയുന്നത് സെക്ഷൻ 2 ഓഫ് ദി ഡൗറി പ്രൊഹിബിഷൻ ആക്ടിലെ 2ാമത്തെ സെക്ഷനിലാണ് പറയുന്നത്. അതിലെന്താ വരുന്നത്? എനി പ്രോപ്പർട്ടി ഓർ വാല്യൂബിൾ സെക്യൂരിറ്റി. ഇനി അത് എപ്പോഴാ കൊടുക്കുന്നത്? അറ്റ് ഓർ ബിഫോർ ഓർ എനി ടൈം ആഫ്റ്റർ ദ മാരേജ്. മാരേജ് നടക്കുന്ന സമയത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ആ മാരേജിന് മുമ്പ് കൊടുക്കാം, അതല്ലെങ്കിൽ മാരേജ് കഴിഞ്ഞതിന് ശേഷം കൊടുക്കാം. മറ്റേ എനി ടൈം ആഫ്റ്റർ ദ മാരേജ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം? ഇൻ കണക്ഷൻ വിത്ത് മാരേജ്. ആ മാരേജുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം. അപ്പൊ മാരേജുമായിട്ട് ബന്ധപ്പെട്ട് 1 വർഷത്തിന് ശേഷം ആ മാരേജ് കഴിഞ്ഞിട്ട് കൊടുക്കുന്ന ഒരു സംഭവം എന്തായിട്ട് വരും? ഡൗറി ആയിട്ട് വരും. ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ്, അതിൽ വരാത്ത ഒരു സാധനം ഉണ്ട്. എന്താണ്? മഹർ ഓർ ഡവർ ഇൻ കേസ് ഓഫ് എ പേഴ്സൺ ടു ഹൂം ദ മുസ്ലിം പേഴ്സണൽ ലോ. മുസ്ലിം പേഴ്സണൽ ലോ പ്രകാരം, വ്യക്തി നിയമപ്രകാരമുള്ള ഈ മഹർ എന്ന് പറയുന്ന സംഭവം എന്തിൽ വരത്തില്ല? ഡൗറി എന്ന് പറയുന്ന നിർവചനത്തിൽ വരത്തില്ല എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കണം. It is either cash or jewelry or valuables given at the time or before or after the marriage to one party to other parties to the marriage. അപ്പൊ അതില് നമുക്ക് പച്ചയായിട്ട് പറയുവാണെങ്കിൽ ക്യാഷ് വരാം, ജ്വല്ലറി വരാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വാല്യൂബിൾസ് വരാം. അത് ഗിവൺ അറ്റ് ദ ടൈം ഓർ ബിഫോർ ഓർ ആഫ്റ്റർ ദ മാരേജ് ടു വൺ പാർട്ടി ടു അതർ പാർട്ടി. അപ്പൊ ഒരു പാർട്ടി, മാരേജിൽ 2 പാർട്ടി ഉണ്ടാകുമല്ലോ, വരന്റെയും വധുവിന്റെയും. അപ്പൊ ഒരു പാർട്ടി മറ്റേ പാർട്ടിക്ക് ആ സമയത്തോ അല്ലെങ്കിൽ അതിനു മുമ്പോ അല്ലെങ്കിൽ ആ വിവാഹത്തിന് ശേഷമോ നൽകുന്ന ക്യാഷ് ആവട്ടെ, ജ്വല്ലറി ആവട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാല്യൂബിൾ സെക്യൂരിറ്റി ആവട്ടെ, അതെല്ലാം എന്താണ്? അതെല്ലാം ഡൗറി എന്ന് പറയുന്ന നിർവചനത്തിൽ വരും എന്നുള്ളതാണ്. ഇനി അപ്പൊ നമ്മുടെ 2ാമത്തെ സെക്ഷനാണ് നമ്മൾ പഠിച്ചത്. എന്താണ് ഡൗറി എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്.
അപ്പൊ ഡൗറിയെ കുറിച്ചുള്ള നിർവചനം പറയുന്ന ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും നമ്മൾ ഇവിടെ പറയണം. 1961 ഡൗറി പ്രൊഹിബിഷൻ ആക്ട് വന്നത്. സെക്ഷൻ 2 ഓഫ് ദി ഡൗറി പ്രൊഹിബിഷൻ ആക്ടില് ഡൗറിയെ കുറിച്ച് നിർവചനം പറയുന്നു. ഡൗറി എന്ന് പറയുന്നതിൽ മഹർ വരത്തില്ല. ഓക്കെ, പഠിച്ചു. ഇനി നമ്മൾ മൂന്നാമത്തെ സെക്ഷനിലേക്ക് കടക്കുവാണ്. According to section 3 Dowry Prohibition Act, it is an offense to both take dowry and give dowry. ഡൗറി കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകൃത്യമാണ് എന്ന് പറയുന്ന സെക്ഷൻ ഏതാ? ചോദിച്ച ചോദ്യം സെക്ഷൻ 3. സെക്ഷൻ 3 മൂന്നാമത്തെ വകുപ്പിലാണ് അത് കൃത്യമായിട്ട് പറയുന്നത്. എന്താണ് മൂന്നാമത്തെ വകുപ്പിൽ പറയുന്നത്? ഇറ്റ് ഈസ് ആൻ ഒഫൻസ് ടു ബോത്ത് ടേക്ക് ഡൗറി ആൻഡ് ഗീവ് ഡൗറി. അപ്പൊ ടേക്ക് ഡൗറി, ഡൗറി ടേക്ക് ചെയ്യുന്നതും ഗീവ് ചെയ്യുന്നതും, ഗീവ് ഡൗറി കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകൃത്യമാണ്. ഇറ്റ് ഈസ് ആൻ ഒഫൻസ്. അതാണ് സെക്ഷൻ 3 പറയുന്നത്. എന്താണ് പറയുന്നത്? ഡൗറി സ്വീകരിക്കുന്നത് ഇറ്റ് ഈസ് ആൻ ഒഫൻസ് ടു ബോത്ത് ടേക്ക് ഡൗറി ആൻഡ് ഗീവ് ഡൗറി. അതൊരു ഒഫൻസ് ആണെന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഒഫൻസ് ആണെന്നുണ്ടെങ്കിൽ അതിന് പെനാൽറ്റി വേണ്ടേ? അതും നമുക്ക് നോക്കാം. അപ്പൊ പെനാൽറ്റി ഫോർ ഗിവിംഗ് ആൻഡ് ടേക്കിംഗ് ഡൗറി അതും സെക്ഷൻ 3 പറയുന്നു. അക്കോർഡിംഗ് ടു സെക്ഷൻ 3, if any person after the commencement of the act given or take abets the giving or taking of dowry shall be punished with an imprisonment for a term not less than 5 years and with a fine which shall not be less than 15,000 rupees or the amount of the value of the dowry whichever is more. അപ്പൊ എന്താണ് പെനാൽറ്റി പറയുന്നത്? സെക്ഷൻ 3 പറയുന്നു, ഇഫ് എനി പേഴ്സൺ, ഏതൊരു വ്യക്തിയും, ആഫ്റ്റർ ദ കമൻസ്മെന്റ് ഓഫ് ദിസ് ആക്ട്, ഈ ആക്ട് വന്നതിന് ശേഷം, അതായത് 1961 ഡൗറി പ്രൊഹിബിഷൻ ആക്ട് വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു വ്യക്തി ഗീവ്സ് ഓർ ടേക്സ്, കൊടുക്കുന്നു, വാങ്ങുന്നു, ഓർ അബറ്റ്സ്, കൊടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു, ഗിവിംഗ് ഓർ ടേക്കിംഗ് ഡൗറി, ഷാൽ ബി പണിഷ്ഡ്, പണിഷ്മെന്റ് കിട്ടുന്ന കുറ്റകൃത്യമാണ്, വിത്ത് ആൻ ഇംപ്രിസൺമെന്റ് ഫോർ എ ടേം നോട്ട് ലെസ് ദാൻ 5 years, 5 വർഷത്തിൽ കുറയാത്ത, നോട്ട് ലെസ് ദാൻ 5 years. അപ്പൊ മാക്സിമം പണിഷ്മെന്റ് എത്രയാണ്? 5 years ഇംപ്രിസൺമെന്റ് കിട്ടുന്ന കുറ്റകൃത്യമാണ്. തീർന്നില്ല. ആൻഡ് വിത്ത് എ ഫൈൻ, ഫൈനും ഉണ്ട്, ഷാൽ നോട്ട് ബി ലെസ് ദാൻ 15,000 കുറയാത്ത ഫൈൻ. 15,000 ഫൈൻ, 15,000 അതിൽ കുറയാത്ത ഫൈൻ ഉണ്ട്. ഓർ ദ എമൗണ്ട് ഓഫ് ദ വാല്യൂ ഓഫ് ദ ഡൗറി വിച്ചെവർ ഈസ് മോർ, അല്ലെങ്കിൽ ആ ഡൗറിയുടെ വാല്യൂ എത്രയാണോ ആ എമൗണ്ട്, അപ്പൊ ഈ അതിലേതാണോ കൂടുതൽ അതാണ് ഫൈനായിട്ട് വരുന്നത്. ഇപ്പൊ ഡൗറിയുടെ മൂല്യം 50,000 രൂപ ഉണ്ടെങ്കിൽ ആ 50,000 രൂപയാണ് എന്തായിട്ട് വരേണ്ടത്? ഫൈനായിട്ട് വരേണ്ടത്. അതേസമയം ഡൗറിയുടെ മൂല്യം 10,000 രൂപയുള്ളൂവെങ്കിൽ മാക്സിമം 15,000 രൂപ ഫൈൻ വരണം. പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി പറയാം, പണിഷ്മെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് സെക്ഷൻ 3 എന്തിന്റെ പണിഷ്മെന്റ്? ഗിവിംഗ് ആൻഡ് ടേക്കിംഗ് ഡൗറി, ഡൗറി വാങ്ങുന്നതും കൊടുക്കുന്നതും ഇറ്റ് ഇസ് എൻ ഒഫൻസ് എന്നാണ് സെക്ഷൻ 3 പറയുന്നത്. അപ്പൊ ആരെങ്കിലും, ഇഫ് എനി പേഴ്സൺ ആഫ്റ്റർ ദ കമൻസ്മെന്റ് ഓഫ് ദിസ് ആക്ട്, ഈ ആക്ട് വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു വ്യക്തി ഗീവ്സ്, കൊടുക്കുന്നു, ഓർ ടേക്സ്, വാങ്ങുന്നു, ഓർ അബറ്റ്സ്, പ്രേരിപ്പിക്കുന്നു, എന്തിന്? ഗിവിംഗ് ഓർ ടേക്കിംഗ്, ഡൗറി കൊടുക്കുക എന്ന് പറഞ്ഞ് പ്രേരിപ്പിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഷാൽ ബി പണിഷ്ഡ് വിത്ത് ഇംപ്രിസൺമെന്റ് ഫോർ എ ടേം നോട്ട് ലെസ് ദാൻ 5 years, 5 വർഷത്തിൽ കുറയാത്ത പണിഷ്മെന്റ് ആണ് കിട്ടുന്നത്. ഓർ എ ഫൈൻ നോട്ട് ലെസ് ദാൻ 15,000, 15,000 രൂപയിൽ കുറയാത്ത ഫൈൻ. ആ ഫൈനെ കുറിച്ച് വേറെ ഒരു കാര്യം പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഡൗറിയുടെ മൂല്യം 15,000 രൂപയിൽ കൂടുതലാണ് എങ്കിൽ ആ പൈസയാണ്, ആ മൂല്യത്തിനനുസരിച്ചിട്ടുള്ള തുകയാണ് ഫൈനായിട്ട് കൊടുക്കേണ്ടത്. ഇനി ആ ഡൗറിയുടെ മൂല്യം 10,000 ഉള്ളൂ, 15,000 താഴെയാണെങ്കിൽ മിനിമം എത്രയെങ്കിലും കൊടുക്കണം? 15,000 കൊടുക്കണം. അപ്പൊ നമ്മൾ പഠിക്കുക 5 year ഇംപ്രിസൺമെന്റ്, അതേപോലെ തന്നെ ആ ഡൗറിയുടെ മൂല്യത്തിനനുസരിച്ചുള്ള എമൗണ്ട് ആണ് കൊടുക്കേണ്ടത്. എങ്കിലും
മിനിമം പൈസ കൊടുക്കേണ്ടത് ഫൈൻ 15,000 രൂപയാണ്. പഠിച്ചു. അപ്പൊ അതാണ് സെക്ഷൻ 3 പറയുന്നത്. ഇപ്പൊ സെക്ഷൻ 2 ഡൗറിയെ കുറിച്ച് നിർവചനം പറയുന്നു. സെക്ഷൻ 3 കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകൃത്യമാണ് എന്ന് പറയുന്നു. അപ്പൊ അതില് 5 വർഷത്തെ ഇംപ്രിസൺമെന്റ്, അതേപോലെ തന്നെ പിന്നെ എന്താണ് പറയുന്നത്, 15,000 രൂപ മിനിമം ഫൈനും പറയുന്നു. ഇനി അക്കോർഡിംഗ് ടു സെക്ഷൻ 4, ഇഫ് എനി പോർഷൻ, അപ്പൊ 4ാമത്തെ സെക്ഷനിലേക്ക് കടക്കുവാണ്. സെക്ഷൻ 4, if any person directly or indirectly demands dowry from parents, relatives or guardians of the bride or the bridegroom shall be punished with an imprisonment not less than 6 months and which shall extend to 2 years and with a fine which may extend to 10,000 rupees. Indirectly ഇനി ഡിമാൻഡ് ചെയ്യുവാണ്. നേരത്തെ പറഞ്ഞത് കൊടുക്കുന്നു, വാങ്ങുന്നു, പ്രേരിപ്പിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ നല്ലവണ്ണം വായിച്ചു നോക്കണം. അതല്ലാതെ നമ്മൾ നമുക്കൊരു ധൃതിയില്ല. മനസ്സിലാവും. വായുഗുളിക വാങ്ങിക്കാനൊന്നുമല്ല നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് പോയിരിക്കുന്നത്. അവിടെ സമാധാനത്തോടുകൂടി പരീക്ഷ എഴുതി ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി പോയിരിക്കുവാണ്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ആ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണം. ഡൗറി ഗീവ്, ടേക്സ് ഓർ അബറ്റ്സ്, കൊടുക്കുന്നു, വാങ്ങുന്നു, പ്രേരിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കുറ്റകൃത്യത്തിന് വരുന്ന പണിഷ്മെന്റ് പറയുന്നത് 5 വർഷം തടവോ അതേപോലെ 15,000 രൂപ മിനിമം പണിഷ്മെന്റോ, അതല്ലെങ്കിൽ ആ ഡൗറിയുടെ മൂല്യം എത്രയാണോ അത്രയാണ് ഫൈനായിട്ട് വരുന്നതെന്ന് പറഞ്ഞു. ഇനി 4ാമത്തെ സെക്ഷൻ പറയുന്നത്, ഇഫ് എനി പേഴ്സൺ, ഏതെങ്കിലും ഒരു വ്യക്തി, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, നേരിട്ടോ അല്ലാതെയോ, ഡിമാൻഡ്, ഡൗറി ഡിമാൻഡ് ചെയ്യുവാണ്, ഡിമാൻഡ്സ് ഡൗറി, ഡൗറി വേണമെന്ന് വാശി പിടിക്കുവാണ്, ഡിമാൻഡ് ഡൗറി ഫ്രം പാരന്റ്സ്, പാരന്റ്സിൽ നിന്നോ, റിലേറ്റീവ്സിൽ നിന്നോ, ഓർ ഗാർഡിയൻസ് ഓഫ് ദി ബ്രൈഡ്, shall be punished with an imprisonment not less than 6 months. 6 മാസം തടവ് കിട്ടാവുന്ന കുറ്റകൃത്യമാണ്. not less than 6 months. 6 മാസത്തിൽ കുറയാത്ത പണിഷ്മെന്റ് കിട്ടുന്ന കുറ്റകൃത്യമാണ് എന്ന് പറയും. not less than 6 months and shall extend to 2 years. അത് കൂടിയാൽ എത്ര വരെയും കിട്ടാം? പരമാവധി 2 years. ചില കേസിൽ 2 വർഷം വരെ. ഇപ്പൊ മാക്സിമം പണിഷ്മെന്റ് പറയുന്നു 2 years, മിനിമം 6 months. ആൻഡ് വിത്ത് എ ഫൈൻ പറയുന്നു which may extend to 10,000 രൂപ, 10,000 രൂപ ഫൈനും പ്ലസ് 10,000 rupees ഫൈനും കിട്ടാവുന്ന കുറ്റകൃത്യമാണ്. അപ്പൊ 4ാമത്തെ സെക്ഷനിൽ നമ്മൾ പഠിച്ചു. 4ാമത്തെ സെക്ഷനിൽ വ്യക്തവും കൃത്യവുമായിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് എനി പേഴ്സൺ ഡിമാൻഡ്, ആ പേര് മറന്നുകൊണ്ട്, ഡിമാൻഡ്, ഡൗറി ഡിമാൻഡ് ചെയ്യുവാണെങ്കിൽ മിനിമം പണിഷ്മെന്റ് പറയുന്നത് 6 months, മാക്സിമം പറയുന്നത് 2 year ഇംപ്രിസൺമെന്റ് ആണ്, പ്ലസ് 10,000 rupees ഫൈന്. അതാണ് പണിഷ്മെന്റ് പറയുന്നത്. ഏത് സെക്ഷനിലാ പറയുന്നത്? ഡൗറി ഡിമാൻഡ് ചെയ്യുന്നതിനുള്ള പണിഷ്മെന്റ് പറയുന്ന സെക്ഷൻ ഏത്? സെക്ഷൻ 4. ഡൗറി കൊടുക്കുന്നതും വാങ്ങുന്നതും പ്രേരിപ്പിക്കുന്നതും പണിഷ്മെന്റ് പറയുന്ന സെക്ഷൻ ഏത്? സെക്ഷൻ 3. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. അപ്പൊ സെക്ഷൻ 4 പറയുന്നത് ഡിമാൻഡ് ഡൗറി, സെക്ഷൻ 3 ഗീവ് ആൻഡ് ടേക്ക് ദ ഡൗറി എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഈ ആക്ട് പ്രകാരമുള്ള ഒഫൻസിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ കോഗ്നിസബിൾ ഒഫൻസ് ആണ്. ആക്ട് എങ്ങനെയാണ്? കോഗ്നിസബിൾ ഒഫൻസ് ആണ്. അതേപോലെ തന്നെ നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. നോൺ കോമ്പൗണ്ടബിൾ ആണ്. അപ്പൊ ഒഫൻസിന്റെ സ്വഭാവം എങ്ങനെയാണ്? കോഗ്നിസബിൾ ഒഫൻസ് ആണ്. എന്താ കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ? നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള ആക്ടുകൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കാറുണ്ട്. എന്താ കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുള്ളൂ. എന്താ കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വെള്ളം പോലെ പല കോഴ്സുകളിലും പഠിച്ചവരല്ലേ നിങ്ങൾ? ഒന്ന് പറഞ്ഞു നോക്കി, എന്താ കോഗ്നിസബിൾ ഒഫൻസ്? ഓർമ്മയില്ലേ? പോലീസ് ഓഫീസർക്ക് ശരിയാണ്
മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് കൂടാതെ അറസ്റ്റ് ചെയ്യാനും, വെരി ഗുഡ്, അറസ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ കേസ് ഇൻവെസ്റ്റിഗേഷൻ നടത്താനും കഴിയും. പോലീസ് ഓഫീസറുടെ ഉത്തരവ് ആവശ്യമില്ല. അത്തരത്തിലുള്ള കേസുകളാണ് കോഗ്നിസബിൾ ഒഫൻസ്. നോൺ കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ നേരെ തിരിഞ്ഞത്. അതായത് പോലീസ് ഓഫീസർക്ക് കേസ് അന്വേഷിക്കാനും കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാൻ, അക്യൂസ്ഡിനെ അറസ്റ്റ് ചെയ്യാനും വിത്ത് ഓർഡർ ഓഫ് ദി മജിസ്ട്രേറ്റ്, മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് ആവശ്യമാണ്. ഇത് വിത്തൗട്ട് ദ ഓർഡർ ഓഫ് ദ മജിസ്ട്രേറ്റ് പോലീസ് ഓഫീസർക്ക് കേസ് ഇൻവെസ്റ്റിഗേഷൻ നടത്താം, ആരെ അറസ്റ്റ്, അക്യൂസ്ഡിനെ അറസ്റ്റ് ചെയ്യാം. അത്തരത്തിലുള്ളതാണ് കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഡൗറി പ്രോഹിബിഷൻ ആക്ട് പ്രകാരമുള്ള എല്ലാ ഒഫൻസുകളും കോഗ്നിസബിൾ ഒഫൻസ് ആണ്. അങ്ങനെയുള്ളൊരു കുറ്റകൃത്യത്തിനെ പറ്റി പോലീസിന് അറിവ് കിട്ടിയാൽ പോലീസിന് മജിസ്ട്രേറ്റിന്റെ ഉത്തരവിനൊന്നും കാത്തു നിൽക്കേണ്ട, കേസ് എടുക്കാവുന്നതാണ്. അതേപോലെ പ്രതിയെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ കോഗ്നിസബിൾ ഒഫൻസ് ആണ്. ഇനി ജാമ്യത്തിനെ കുറിച്ച് എന്താ പറയുന്നത്? നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. ജാമ്യം കിട്ടാത്ത കുറ്റകൃത്യമാണ്, നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. ഇനി നോൺ കോമ്പൗണ്ടബിൾ. നോൺ കോമ്പൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ പരസ്പരം രാജിയാക്കി തീർക്കാൻ പറ്റാത്തതാണ്. അതായത് ഉഭയസമ്മത പ്രകാരം എനിക്ക് കേസില്ല, എനിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞ് തീർക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? കോമ്പൗണ്ടബിൾ ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പരസ്പരം എനിക്ക് കേസില്ല, അപ്പോൾ ആ കേസ് പിൻവലിക്കുവാണ് എന്ന് പറഞ്ഞാൽ തീരും. പക്ഷേ നോൺ കോമ്പൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ പരസ്പരം രാജിയാക്കി തീർക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് കേസില്ല എന്ന് പറഞ്ഞാലും സ്റ്റേറ്റിന് കേസുണ്ട്, അതുകൊണ്ട് തന്നെ കേസ് മുന്നോട്ട് പോകും. അപ്പോൾ അത്തരത്തിൽ ഒഫൻസിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? കോഗ്നിസബിൾ ഒഫൻസ് ആണ്, നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്, നോൺ കോമ്പൗണ്ടബിൾ ഒഫൻസ് ആണ്. ഇവിടെ ആൻസർ ഷീറ്റിലെ ഓപ്ഷനിൽ നോൺ കോഗ്നിസബിൾ, നോൺ ബെയിലബിൾ, നോൺ കോമ്പൗണ്ടബിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, അതേപോലെ കോഗ്നിസബിൾ, നോൺ ബെയിലബിൾ, കോമ്പൗണ്ടബിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, അതേപോലെ അടുത്ത ഓപ്ഷൻ കോഗ്നിസബിൾ, നോൺ ബെയിലബിൾ, നോൺ കോമ്പൗണ്ടബിൾ എന്നൊക്കെ പറഞ്ഞു വരും. അതായത് നമുക്ക് ഇതിൻ്റെയൊക്കെ ചെറിയൊരു മാറ്റമേ ഉള്ളൂ, നോൺ നോൺ. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകും. ഇപ്പൊ മനസ്സിലാക്കി വെക്കുക, ഡൗറി പ്രോഹിബിഷൻ ആക്ട് പ്രകാരമുള്ള എല്ലാ ഒഫൻസുകളും നോൺ ബെയിലബിൾ ആണ്. അതാദ്യം മനസ്സിലാക്കുക, ജാമ്യം കിട്ടത്തില്ല. പിന്നെ കോഗ്നിസബിൾ ഒഫൻസ് ആണ്, അതായത് പോലീസ് ഓഫീസർക്ക് നേരിട്ട് കേസ് ഇൻവെസ്റ്റിഗേഷൻ നടത്താം, പ്രതിയെ അറസ്റ്റ് ചെയ്യാം. പിന്നെ എന്താ പറഞ്ഞത്? അതേപോലെ നോൺ കോമ്പൗണ്ടബിൾ ആണ്, പരസ്പരം രാജിയാക്കി തീർക്കാൻ പറ്റൂ ഇല്ല. അപ്പൊ അത്തരത്തിലുള്ള ഒഫൻസ് ആണ് എന്നുള്ളതാണ്. അപ്പോ അതവിടെ നിൽക്കട്ടെ. അപ്പൊ എന്താണ് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഈ ക്ലാസ്സിൽ നിന്ന് തന്നെ അങ്ങ് പഠിച്ചു പോവുക. സോഷ്യൽ ലെജിസ്ലേഷൻ. സോഷ്യൽ ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ചില നിയമങ്ങൾ ഉണ്ടാക്കുവാണ് സൊസൈറ്റിയുടെ നന്മയ്ക്ക് വേണ്ടി, ചില സാമൂഹ്യപരമായ വിപത്തുകൾ നേരിടുന്നതിന് വേണ്ടി, സോഷ്യൽ ഈവിൾസ് കട്ടേൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. അത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറോ പാർലമെന്റോ പാസ്സാക്കുന്നതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ചോദിച്ച ചോദ്യം എന്താണ്? സോഷ്യൽ ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഫോർമൽ മീൻസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? കൺട്രോളിങ് ആൻഡ് റെഗുലേറ്റിംഗ് ദ ഹ്യൂമൻ ബിഹേവിയർ എന്നുള്ളതാണ് അതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതേപോലെ ഈ സോഷ്യൽ ലെജിസ്ലേഷൻ രണ്ട് ലിംബാണ്, രണ്ട് കോമ്പോണൻസ് ആണ്. ഫോർമുലേഷൻ എന്ന് പറയുന്ന ഒരു വിഭാഗവും എൻഫോഴ്സ്മെന്റ്, ലോ ഉണ്ടാക്കണം, ലോ എൻഫോഴ്സ് ചെയ്യണം. അത്തരത്തിലുള്ള ഒരു ലോയിലേക്കാണ് നമ്മൾ കടന്നത്. ഡൗറി പ്രൊഹിബിഷൻ ആക്ട് വന്ന വർഷം 1961. ഡേറ്റും മാസവും പഠിക്കുവാണെങ്കിൽ 20 മെയ് 1961. അതിലെ സെക്ഷൻ 2 അതിലാണ് ഡൗറി എന്താണെന്ന് കൃത്യവും വ്യക്തവുമായിട്ട് പറയുന്നത്. അതെന്താണ്? ഇൻ കണക്ഷൻ വിത്ത് മാരേജ്, മാരേജുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്നതാണ്. എപ്പോൾ കൊടുക്കാം? അറ്റ് ബിഫോർ ഓർ അറ്റ് എനി ടൈം ആഫ്റ്റർ ദ മാരേജ്. നമ്മുടെ മാരേജിന്റെ സമയത്തോ അതിനു മുമ്പോ അല്ലെങ്കിൽ മാരേജിന് ശേഷം ഏത് സമയത്തും കൊടുക്കാം. ഒരു കാര്യം മാത്രം ഓർത്തിരിക്കുക, ഇൻ കണക്ഷൻ വിത്ത് മാരേജ്, മാരേജുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടായിരിക്കണം. അത് ആർക്കാ കൊടുക്കുന്നത്? ഒരു പാർട്ടി മറ്റേ പാർട്ടിക്ക് കൊടുക്കുവാണ്, അല്ലെങ്കിൽ പാരന്റ്സ് ഓഫ് ദി ഈതർ പാർട്ടി ടു അതർ പാർട്ടി, അല്ലെങ്കിൽ എനി അതർ പേഴ്സൺ മറ്റ് ഏതർ പാർട്ടിക്ക് കൊടുക്കുന്നു. ഇൻ കണക്ഷൻ വിത്ത് മാരേജ് എന്തൊക്കെ സാധനങ്ങൾ വരാം? എനി പ്രോപ്പർട്ടി, ഏതൊരു പ്രോപ്പർട്ടിയും വരാം, ഏതൊരു വാല്യൂബിൾ സെക്യൂരിറ്റിയും വരാൻ പഠിച്ചു. അപ്പൊ അതാണ് എന്താ
ഈ മാരേജുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഇതിൽ വരുന്നത് നമ്മളുടെ ഡൗറി. ബട്ട് അതിൽ വരാത്തത് ഇതാണ്, മുസ്ലിം പേഴ്സണൽ ലോ പ്രകാരമുള്ള മഹർ. ചോദിച്ച ചോദ്യമാണ്, നോട്ട് ചെയ്യണം. അത് ഡൗറി എന്ന് പറഞ്ഞതിൽ വരത്തില്ല. അപ്പൊ രണ്ടാമത്തെ സെക്ഷനിലാണ് കൃത്യവും വ്യക്തവുമായിട്ട് ഡൗറിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്, ഡൗറി ഡിഫൈൻ ചെയ്യുന്നത്. ഇനി സെക്ഷൻ 3 പറയുന്നത് എന്താണ്? ഡൗറി കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകൃത്യമാണ് എന്ന് പറയുന്നു. സെക്ഷൻ 3 ഗിവിംഗ് ആൻഡ് ടേക്കിംഗ് ഡൗറി. അപ്പൊ അതിന്റെ പണിഷ്മെന്റും നമ്മൾ ഓർത്തു വെക്കണം. പണിഷ്മെന്റ് എന്താ പറയുന്നത്? 5 years ഇംപ്രിസൺമെന്റ്, 5 വർഷത്തെ തടവ്. അതും അതുപോലെ ഫൈൻ 15,000 ഫൈനുമാണ് പറയുന്നത്. ഈ 15,000 ഫൈന് കുറഞ്ഞ ഫൈനാണ്. ഇനി അതല്ലെങ്കിൽ എന്താ പറയുന്നത്, ആ ഡൗറി എത്രയാണോ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള വാല്യൂ ഓഫ് ദാറ്റ് എമൗണ്ട്, ഏതാണോ കൂടുതൽ അതാണ് ഫൈനായിട്ട് വരുന്നത്. ഒരാള് ഡൗറി കൊടുക്കുന്നത്, ആ ഡൗറിയുടെ മൂല്യം 1,00,000 രൂപയാണെങ്കിൽ ഫൈൻ എത്രയായിട്ട് വരും? 1,00,000 രൂപ. അതേസമയം ഡൗറി 10,000 രൂപയാണെങ്കിൽ മിനിമം എത്ര കൊടുക്കണം? 15,000 രൂപ ഫൈൻ കൊടുക്കണം, 5 വർഷത്തെ. ഇൻ സെക്ഷൻ 4 പറയുന്ന ഗീവ് ടേക്ക് അബറ്റ് ഡൗറി അല്ല, ഡിമാൻഡ് ഡൗറി. ആരെങ്കിലും ഡൗറി ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, പാരന്റ്സിനോടോ മറ്റുള്ള ഗാർഡിയൻസിനോടോ അല്ലെങ്കിൽ ആരോടോ എങ്കിലുമോ ഡൗറി, ഈ മാരേജുമായിട്ട് ബന്ധപ്പെട്ട് ഡൗറി ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പണിഷ്മെന്റ് പറയുന്നത് 6 months ഇംപ്രിസൺമെന്റ്. അത് എക്സ്റ്റെൻഡ് ടു 2 years, 2 വർഷം വരെ കിട്ടും. പ്ലസ് 10,000 rupees ഫൈനാണ് അതിൽ വരുന്നത്. അതും മറന്നു പോകും. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞ എന്താണ്? ഈ ആക്ട് പ്രകാരമുള്ള എല്ലാ ഒഫൻസുകളും കോഗ്നിസബിൾ ആണ്, നോൺ വെയിലബിൾ ആണ്, അതേപോലെ നോൺ പ്രൊമോട്ടബിൾ ആണ് എന്നുള്ളത് ഓർത്തു വെക്കുക. അപ്പോൾ വളരെ കുറഞ്ഞ കാര്യങ്ങളെയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് കാരണം നമുക്ക് സമയമുണ്ട് എന്നുള്ള കാരണം കൊണ്ട് തന്നെയും നിങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് കരുതിക്കൊണ്ട് കുറേ കണ്ടു കഴിയുമ്പോൾ നമുക്കിത് പഠിക്കാനായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് വളരെ കുറഞ്ഞ കാര്യങ്ങൾ, അപ്പം നമുക്കത് വളരെ രസകരമായിട്ട് പഠിച്ചു മുന്നോട്ട് പോകണം. ഇതെല്ലാം നമ്മളിതൊരു ബർഡനാണ്, എനിക്കിത് പറ്റത്തില്ല എന്ന് കരുതിയിട്ട് അയ്യോ ഇത് എത്രമാത്രം പഠിക്കണം അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ആകെ നിരാശയാകും ഫലം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നമ്മളുടെ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുകളിലൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഒറ്റൊരു ഫോൾഡറായിട്ട് കുറേ സംഭവങ്ങൾ നിങ്ങൾക്ക് അങ്ങ് തരും. അത് തന്നു കഴിയുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓപ്പണാക്കി നോക്കാൻ പോലും നമുക്ക് ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരത്തില്ല, മനസ്സിലാവും. പക്ഷെ അതേസമയം കുറച്ച് കാര്യങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ നമുക്കത് ശ്രദ്ധിച്ച്, അത് മാത്രമല്ല കിട്ടുന്ന കാര്യങ്ങൾ നമുക്ക് വ്യക്തവും കൃത്യവുമായിട്ട് മനസ്സിലാകുന്ന രീതിയിലും ആയിരിക്കണം. ഇപ്പം ഞാൻ പറയുന്നില്ല, ഞാൻ ഇതുവരെയുള്ള എല്ലാ കോഴ്സുകളിലും ഇങ്ങനെ കുട്ടികളെ സഹായിക്കുന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് കഴിഞ്ഞാൽ, അതായത് ക്ലാസ് കേൾക്കണം, നോട്ട് നോക്കണം, ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യണം. ഈ 3 കാര്യങ്ങളും കൃത്യമായിട്ട് നിർവഹിച്ചാൽ മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ലിസ്റ്റിൽ ഉൾപ്പെടാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ തന്നെ എത്രയോ പേരാ, വളരെ കുറഞ്ഞ ലിസ്റ്റാണ്. എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. 375 പേരുള്ളതിൽ നമുക്ക് കുറേ കുട്ടികളെ, ഭൂരിഭാഗം കുട്ടികളും നമ്മളുടെ കുട്ടികളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ആ കുട്ടികളെ അതിലേക്ക് എത്തിപ്പിടിക്കാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യം. ഇതിനു മുമ്പ് നമുക്ക് ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസറുടെ ലിസ്റ്റിലും അത് വളരെ കുഞ്ഞൻ ലിസ്റ്റായിരുന്നു. അതിൽ പകുതിയിലധികം പേര് നമ്മുടെ കുട്ടികളായിരുന്നു. മനസ്സിലായി? ജോലി കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല, ലിസ്റ്റിലുള്ളവർ. മനസ്സിലായി? ജോലി ഞാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും. ഇപ്പം അതിൽ ആകെ എടുത്തിരിക്കുന്നത് ആകെ 4-5 പേരെ മറ്റോ ആണ് എടുത്തിട്ടുള്ളൂ. ഈ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ. നമ്മുടെ മുമ്പ് വന്ന് CDPO എടുത്തത് വെറും 4 പേരെ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതുവരെ. അപ്പം ഞാൻ പറയുന്നത് റാങ്ക് ലിസ്റ്റിൻ്റെ ഏറ്റവും ടോപ്പിൽ വന്നാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഒരു രക്ഷ ഉണ്ടാകത്തുള്ളൂ. അത് മാത്രമല്ല, ഈ ഗവൺമെൻറ് മാറുന്ന സമയങ്ങളിൽ കുറച്ച് നിയമനങ്ങൾ നടക്കാനായിട്ടുള്ള സാധ്യതകളും ഉണ്ട്. അപ്പം അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരൊഴിവേ ഉള്ളൂ അല്ലെങ്കിൽ ഒഴിവില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിരാശപ്പെടുകയല്ല വേണ്ട. ഇനിയുള്ള കാലം എത്ര നിങ്ങൾ കാത്തിരുന്നാലും ഇങ്ങനെയുള്ളൊരു വിജ്ഞാപനമേ വരത്തുള്ളൂ. അതായത് പ്രതീക്ഷിത ഒഴിവുകൾ എന്ന് പറഞ്ഞേ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ഗവൺമെൻറ് ജോലി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനുവേണ്ടി ആത്മാർത്ഥതയോട് പഠിച്ച് ഏറ്റവും ടോപ്പിൽ വരാനും അതനുസരിച്ചിട്ട് നമ്മൾ ആ റാങ്ക് ലിസ്റ്റിൽ ടോപ്പിൽ വന്ന് ജോലി കിട്ടാനായിട്ടുള്ള ഒരു ഇപ്പോൾ ഒരു വേക്കൻസി ഉള്ളൂ അല്ലെങ്കിൽ വേക്കൻസി പ്രതീക്ഷിത ഒഴിവാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാ കുട്ടികളും നമ്മൾ ചിന്തിക്കുന്ന പോലെ പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ ആരെങ്കിലും പരീക്ഷ എഴുതാനുണ്ടാവും. പക്ഷേ ഇങ്ങനെ എഴുതിയിട്ടും കുട്ടികൾക്ക് ജോലി കിട്ടുന്നില്ലേ?
അപ്പോൾ ആ ജോലി കിട്ടുന്ന ഒരാളാകാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ മൊത്തം നെഗറ്റീവാണ് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്നത്. ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഞാനൊരു 15 മിനിറ്റോളം ഞാൻ ഈ കാര്യം നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട് തീർച്ചയായിട്ടും. കാരണം ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ ആ അധ്യാപകൻ ഒരു ഡ്യൂട്ടിയാണത്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കി തരുന്നത്. നമുക്ക് എപ്പോഴും നെഗറ്റീവാണ് നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നത്. കുറേ ഒഴിവുകളുണ്ടെങ്കിൽ നമുക്ക് കിട്ടും, ഒഴിവുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. അതുപോലെ കുറേ ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കരുതുന്നേ? നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കഴിവില്ലേ? നിങ്ങൾ പഠിച്ച പോലെ തന്നെയാണ് ആ കുട്ടികളും പഠിക്കുന്നേ. നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ കണ്ണ്, നിങ്ങളുടെ മൂക്ക് ഇതേപോലെ തന്നെയാണ്. അവർക്കുണ്ട് സെറിബ്രവും സെറിബെല്ലവും മിഡിലും ഒബ്ലാങ്കേറ്റയും. നിങ്ങൾക്ക് ഈ സംഭവങ്ങൾ മാറ്റി വെച്ചിട്ടല്ല തമ്പുരാൻ നിങ്ങളെ പഠിച്ചിരിക്കുന്നേ. എന്തിനു വേണ്ടി നിങ്ങൾ ഈ നെഗറ്റീവ് ചിന്തിക്കുന്നു? നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ നെഗറ്റീവ് ചിന്തിക്കില്ല, എനിക്കുള്ളതാണ്. നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഒരു പോസ്റ്റിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ ഒഴിവുകളുടെ എണ്ണത്തിലേക്ക് ദയവ് ചെയ്ത് നോക്കരുത്. ഒരു ഒഴിവായാലും 10,000 ഒഴിവായാലും നിങ്ങൾ പഠിക്കണ്ടേ? അപ്പോൾ പിന്നെ എന്താണ്? അപ്ലൈ ചെയ്യുന്ന കാര്യത്തിൽ ഇൻട്രസ്റ്റ് കാണിക്കുക, അതിനുവേണ്ടി പഠിക്കുന്ന കാര്യത്തിൽ ഇൻട്രസ്റ്റ് കാണിക്കുക. ഇവിടെ നേരെ തിരിച്ചാണ്. ആദ്യം തന്നെ നോക്കുന്നത് എത്ര ഒഴിവുണ്ട്, അതാണ്. എന്നിട്ട് പിന്നെ ഒരു തീരുമാനം എടുക്കുവാണ്, എന്ത്, ഇതൊന്നും നടക്കത്തില്ല, കാരണം ഒരു ഒഴിവല്ലേ ഉള്ളൂ. ആ ഒഴിവ് വേറെ ഏതെങ്കിലും മിടുക്കുകളായിട്ടുള്ള കുട്ടികൾ കൊണ്ടുപോകും. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മിടുക്കില്ല എന്ന് നിങ്ങൾ പറയുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ മിടുക്കുകളല്ലാത്തത്? നിങ്ങൾ നിങ്ങളെ തന്നെ കുറച്ച് കണ്ടുകൊണ്ടിരിക്കുവാണ്. നിങ്ങൾക്കും കഴിവുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നത്. അത് നിങ്ങൾ തിരുത്തണം. നിങ്ങൾക്കും കഴിവുണ്ട്, എല്ലാവരും നിങ്ങളെപ്പോലെയുള്ളവരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ മിടുക്ക് നിങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ഇനിയുള്ള പോസ്റ്റ് വിജ്ഞാപനം വരുമ്പോൾ ഒഴിവുകളിലേക്കൊന്നും നോക്കരുത്. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടാവും, നിങ്ങളങ്ങ് പഠിക്കാൻ വേണ്ടി ഇരിക്കുക, അപ്ലൈ ചെയ്യുക. പലരും ഇങ്ങനെ പറയാനും പിന്തിരിപ്പിക്കാനും ഉണ്ടാവും. ഏറ്റവും കൂടുതൽ നമ്മളെ ബാധിക്കുന്ന ഏറ്റവും വലിയ കാർന്നു തിന്നുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുമാണ്. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളാണ് ഏറ്റവും വലിയ പ്രശ്നം. അവരിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അവർ പറയും, നിനക്ക് വേറെ വഴിയില്ല, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എഴുതിയതാണ് CDPO, എന്നിട്ട് ഇതുവരെ ഒരു നിയമനം ഒന്നും നടന്നിട്ടില്ല, അതിങ്ങനെ നിശ്ചലമായി കിടക്കുവാണ്, ഇപ്പോൾ ഒന്നും നോട്ടിഫിക്കേഷൻ ഒന്നും വരാനൊന്നും പോകുന്നില്ല, അത് വരുമ്പോൾ പഠിച്ചാൽ പോയി. അപ്പം നമ്മളുടെ ആ ബുദ്ധിമോശം കൊണ്ട് നമ്മൾ എന്തെങ്കിലും പറയാം, മറ്റുള്ളവരെന്തെങ്കിലും പറയാൻ വേണ്ടി നോക്കിയിരിക്കുവാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും പറഞ്ഞത് ശരിയാണല്ലോ. അപ്പം നമ്മളൊന്ന് റിട്ടയർഡ് ആവും, നമ്മളുടെ മോട്ടിവേഷൻ സ്റ്റേജ് ലെവലൊന്ന് കുറയും. ശരിയല്ലേ ഞാൻ ഈ പറഞ്ഞത്? ഈ അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ളവർ പറയുന്നത് നോക്കിക്കൊണ്ട് നടക്കുവാണ്. നമുക്ക് ഒരു സ്വയമായിട്ടുള്ളൊരു തീരുമാനമില്ല. നമ്മൾ എന്തായാലും പഠിച്ചു, MSW ആയാലും സൈക്കോളജി ആയാലും ഹോം സയൻസ് ആയാലും എന്ത് സാധനമായാലും നമ്മൾ പഠിച്ചു. നമുക്കൊരു വ്യക്തിത്വമുണ്ട്. നമ്മൾ ആ പഠിച്ചത് വെച്ചിട്ടൊരു ലക്ഷ്യത്തിന് വേണ്ടി പഠിച്ചതാണ്. അപ്പം നമ്മൾ അതിന് വരുന്ന എല്ലാ പോസ്റ്റുകളും നമ്മളന്ന് അതിനുവേണ്ടി ശ്രമിക്കണം, അതിനുവേണ്ടി പഠിക്കണം. മറ്റുള്ളവർ പറയുന്നതൊന്നുമല്ല. ആ ഒരു പ്രയത്നത്തിന് വേണ്ടി നമ്മൾ ഇരിക്കുമ്പോൾ മറ്റുള്ളവർ പറയുന്നത് എൻ്റേതായുള്ള കഴിവുകൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റണം, എന്നിട്ട് അതിനു വേണ്ടി അധ്വാനിക്കണം. അതേപോലെ സ്ഥിരം പല്ലവിയാണ്, നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലല്ലോ പിന്നെ പഠിക്കാം, അങ്ങനെ മാറ്റിവെക്കരുത്. നമുക്ക് ചിലപ്പോൾ വിവാഹ സൽക്കാരങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും, ഇപ്പോൾ വെക്കേഷനൊക്കെയാണ്, നമുക്ക് ടൂർ പ്രോഗ്രാമുകൾ എല്ലാം വേണം. പക്ഷേ ഒരു ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ നമ്മുടെ ക്ലാസ്സുകളിൽ കൂടി കടന്നു പോകാതിരിക്കുന്നൊരവസ്ഥ സംജാതമാകരുത്. അതുമാത്രമാണ് എൻ്റെ ഏറ്റവും വലിയൊരു അഭ്യർത്ഥന. നമ്മൾ എല്ലാത്തിലും നിങ്ങൾ പൊക്കോ, ടൂറിനും പോകണം, നിങ്ങൾക്ക് വിവാഹ സൽക്കാരത്തിനും പോകണം, വീട്ടിലെ മറ്റുള്ള ഫംഗ്ഷനുകളിൽ എല്ലാത്തിലും നിങ്ങൾ സംബന്ധിക്കണം. പക്ഷേ കിടക്കുന്നതിന് മുമ്പ്, ചിലപ്പോൾ രാത്രി 10 മണിയായിട്ടായിരിക്കും വരുന്നത്, അയ്യോ, അത് നമ്മൾ മനസ്സിൽ കുറിച്ച് വെക്കണം. എനിക്ക് 10 മണിയായോ രാത്രി തിരിച്ചു വരുന്നത്, വേഗം തന്നെ നമ്മൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ അതെല്ലാം കഴിഞ്ഞിട്ട് 1 മണിക്കൂർ എന്ത് പരിപാടി പറഞ്ഞാലും, വീട്ടുകാർ എന്നെ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും, ഇല്ല, എനിക്ക് 1 മണിക്കൂർ എനിക്കൊരു സമയം വേണം. അത് പഠിക്കുമോ പഠിക്കാതിരിക്കുമോ അങ്ങനെയല്ല, ആ 1 മണിക്കൂർ കൃത്യമായിട്ട് നമ്മളതിൽ വിനിയോഗിക്കാൻ ശ്രമിക്കണം. ഇതെന്ന് വെച്ചാൽ നമ്മളുടെ തിരക്കുകൾ കൊണ്ട് എന്ത് ചെയ്യും, ആ 1 മണിക്കൂർ പഠിക്കുക എന്നുള്ളത് അങ്ങ് വിടുവാണ്. നാളെ പഠിക്കാം, സാർ അങ്ങനെയൊക്കെ പറയും, സാറിന് വെട്ടാൻ. കാരണം വെച്ചാൽ നാളെയും സമയം ഉണ്ടല്ലോ. ഇങ്ങനെയാകുമ്പോൾ നാളെയും വേറെ ഇതിലും വലിയൊരു അത്യാവശ്യം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരും. അപ്പം നിങ്ങൾ നാളെയും അത് തഴയും. 3-ാമത്തെ ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്കും ഇനിയിപ്പോൾ 3 ക്ലാസ്സായി, ഇനി നമുക്ക് പിന്നെ പഠിക്കാം.
അപ്പം അങ്ങനെ ഒരു ലെവലിലേക്ക് നിങ്ങൾ താഴ്ന്നു പോകരുത് എന്ന് വിനീതമായി ഉണർത്തിക്കൊണ്ട് നമ്മളെന്നും പ്രാർത്ഥിക്കാറുള്ളത് പോലെ ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സുകൾ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ സർവശക്തനായ ഞാൻ ആരാധിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന തമ്പുരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകി നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാണ്. അതുപോലെ പലവിധ പ്രയാസങ്ങൾ കൊണ്ടും ദുഃഖങ്ങൾ കൊണ്ടും ദുരിതങ്ങൾ കൊണ്ടും ഒക്കെ കഷ്ടപ്പെടുന്നവർ നമ്മുടെ ചുറ്റുമുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങളും പ്രയാസങ്ങളും സർവശക്തനായ തമ്പുരാൻ മാറ്റി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുവാണ്. അതേപോലെ തന്നെ എനിക്ക് ഉണർത്താനുള്ള മറ്റൊരു കാര്യം, നമ്മുടെ യൂട്യൂബിലൊക്കെ ആയിട്ട് CDPയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ട്. അത് എത്രമാത്രം ശരിയാണ് എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഈ വർഷം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ പലരും കോഴ്സുകളൊക്കെ പല സ്ഥാപനങ്ങളൊക്കെ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് ഉണർത്തിയിട്ട് ക്ലാസ്സിൽ കൂടുതൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടാനായിട്ട് എന്തായാലും അറിയിക്കണം എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വർഷം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വരും എന്നുള്ള ഉറച്ച തീരുമാനത്തോടുകൂടി പഠനത്തിലേക്ക് കടക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.